لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاسألوا أهل الذكر إن كنتم لا تعلمون صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين. قال نبينا محمد صلى الله عليه وسلم والأنبياء إخوة لعلات أمهاتهم شتى ودينهم واحد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ശ്രോതാക്കളായ ഉസ്താദുമാരെ, സുന്നത്തി ജമാഅത്തിന്റെയും പരിശുദ്ധ സമസ്തകൾ ജംഇയ്യത്തുൽ ഉലമയിലുമൊക്കെ സ്നേഹികളായ സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും എല്ലാ വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കളും, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പുറത്തു വന്ന് സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും പരിശ്രമങ്ങളും അല്ലാഹു തആല പരലോകത്ത് ഉപകാരപ്പെടുന്ന അമലുകളായി സ്വീകരിക്കുമാറാവട്ടെ. പല തരത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കഷ്ടപ്പാടുകളും അനുഭവപ്പെടുന്ന എത്രയോ സുഹൃത്തുക്കളുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു തആല അവർക്കൊക്കെയും ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ, സലാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല അവർക്ക് മോചനവും രക്ഷയും സഹായവും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ദീനി ദഅവത്ത് രംഗത്ത് ഏറ്റവും സജീവമായി ഇടപെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ദീനിന്റെ സുന്ദരമായ വഴി, അതുപോലെ തന്നെ ആനുകാലികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ശരിയായ നിലപാട് എത്തിച്ചു കൊടുക്കുന്നതിൽ സുപ്രധാനമായ അതിന്റെ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കൂടുതൽ വിശാലപ്പെടുത്തുകയും കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തുന്ന വിധത്തിൽ അതിന്റെ പ്രയോജനം വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. ഇന്നിവിടെ സംസാരിക്കുന്നത് മദ്ഹബും തഖ്ലീദും എന്ന വിഷയമാണ്. ആ വിഷയം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ വിഷയസംബന്ധമായിട്ട് മാത്രമുള്ള ചോദ്യങ്ങൾ ഏതും ഇവിടെ ഉന്നയിക്കാനുള്ള വിശാലമായ സുതാര്യമായ സൗഹാർദ്ദപൂർണമായ ഒരു സന്ദർഭം കൂടി നമുക്ക് വന്നണഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചോദ്യകർത്താക്കൾ അല്ലെങ്കിൽ ശ്രോതാക്കൾ, നിങ്ങൾ നേരത്തെ കണക്കുകൂട്ടിയതോ അല്ലെങ്കിൽ ഈ സംസാരത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതോ ആയ ഏതു സംശയവും നിങ്ങൾക്ക് ഉന്നയിക്കുവാനും അതിന്റെ നിവാരണം ആവശ്യപ്പെടാനും ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. മദ്ഹബും തഖ്ലീദും എന്ന് പറയുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ദീനിന് പുറത്തുള്ള ഏതൊക്കെയോ ചില പണ്ഡിതന്മാർ ദീനിന്റെ പേരിൽ സ്വന്തമായിട്ട് മെനഞ്ഞെടുത്ത അഭിപ്രായങ്ങളാണ് എന്നും, ആ അഭിപ്രായങ്ങൾ ഖുർആനിനും ഹദീസിനും നിരക്കാത്ത അഭിപ്രായങ്ങളാണ് അതിൽ പലതുമെന്നും, ആ അഭിപ്രായങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഖുർആനും ഹദീസും വലിച്ചെറിയുകയാണ് മദ്ഹബിന്റെ ആളുകളായ സുന്നത്ത് ജമാഅത്തിന്റെ സുന്നികളായ ആളുകൾ ചെയ്യുന്നത് എന്നും, ഈ ഒരു ദുഷ്പ്രചാരണം ലോകവ്യാപകമായിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മദ്ഹബ് എന്ന് പറയുന്നത് അത് ഖുർആനിന്റെയും ഹദീസിന്റെയും ശരിയായ വിശദീകരണമാണ് എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് മദ്ഹബ് എന്ന് പറയുന്നത് ഖുർആനും ഹദീസിലും വിഭിന്നമായ വ്യത്യസ്തമായ മറ്റൊന്നാണ്, അല്ലെങ്കിൽ മറ്റൊരു ആശയമാണ്, മറ്റൊരു ആചാരമാണ്, മറ്റൊരു ആദർശമാണ്, മറ്റൊരു വിശ്വാസമാണ് എന്ന രൂപത്തിൽ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ ദുഷ്പ്രചാരണം കൂലങ്കുഷമായി നടത്തുകയും അങ്ങനെ സാധാരണക്കാരായ ആളുകളെ അവരെ സ്വതന്ത്രമായിട്ട് വിഹരിക്കുവാനും ഖുർആനും ഹദീസും അതിനെ ദുർവ്യാഖ്യാനിക്കാനും അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാതെ സ്വയം അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും വിശദീകരണം കൊടുക്കാനും ഒക്കെ അതിനൊക്കെ തയ്യാറാകുന്ന
പുതിയ തലമുറയെ ഈ വിഭാഗം വാർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നാം നഖശികാന്തം എതിർക്കേണ്ടുന്ന പ്രവണതയാണ്. ഈ പ്രവണത വളർന്നു വരുന്നത് ദീനിന്റെ തകർച്ചയ്ക്കു കാരണമാണ്. പരിശുദ്ധ ദീൻ പൊളിയാൻ അത് കാരണമാണ്. ഇതിന് നാം നിന്നുകൊടുക്കാൻ പറ്റില്ല. എന്താണ് മദ്ഹബ്, എന്താണ് തഖ്ലീദ്, എന്തിനെയാണ് തഖ്ലീദ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് തഖ്ലീദ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നാം വ്യക്തമായ മറുപടി കണ്ടെത്തുമ്പോൾ മദ്ഹബ് വിരോധികളായ ആളുകൾ, തഖ്ലീദ് വിരോധികളായ ആളുകൾ, അതുപോലെ ഇജ്തിഹാദുവാദികളായ ആളുകൾ, ഖുർആനും ഹദീസും അറബിയിൽ അർത്ഥം വെക്കാൻ, അറബിയിൽ വായിക്കാൻ കഴിയാത്തവർ മലയാളത്തിലും മറ്റു ഭാഷകളിലും ഖുർആനും ഹദീസും വായിച്ചിട്ട് അങ്ങനെ ഇതാണ് റസൂല് പറഞ്ഞത്, ഇതാണ് അല്ലാഹ് പറഞ്ഞത് എന്നിങ്ങനെ അന്യ റസൂലും പറയാത്ത കാര്യങ്ങൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും മേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അത് തന്നെ ദീനിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അതിൽ കുടുങ്ങിക്കളയുന്ന ഒട്ടനേകം ആളുകൾ, അവരുടെ പരിതാപകരമായ അവസ്ഥ, ഇതെല്ലാം തന്നെ നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും അവരുടെ ജോലി സമയങ്ങൾ കഴിഞ്ഞാൽ അവർ ബന്ധപ്പെടുന്ന അവരുടെ സുഹൃത്തുക്കൾ, അവർ സംസാരിക്കുന്ന അവരുടെ സഹോദരങ്ങൾ, അവരോടൊക്കെ ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ അതിന്റെ യഥാർത്ഥ വശം മനസ്സിലാക്കുക എന്നുള്ളത് നാം കൃത്യമായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഞാൻ ചില വിഷയങ്ങൾ മാത്രം പറഞ്ഞു. സമ്പൂർണ്ണമായിട്ട് ഈ വിഷയത്തെ അവതരിപ്പിക്കുവാനുള്ള സമയം എനിക്കില്ല എന്നെനിക്കറിയാം. ആദം അലി ഇസ്ലാം മുതൽ അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരേക്കുമുള്ള പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിലൂടെയാണ് ഇസ്ലാം ഇവിടെ അള്ളാഹു നൽകിയ വഹ്യിലൂടെ ഇവിടെ എത്തിയത് എന്ന് എല്ലാവർക്കും അറിയാം. അമ്പിയാക്കൾ അവർ പ്രചരിപ്പിച്ച അള്ളാഹുവിന്റെ വഹയിലൂടെയുള്ള ഈ ദീനിന്റെ സ്വഭാവം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ഒരു ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റു ഹദീസിന്റെ കിതാബുകളിലെല്ലാം ഉണ്ട്. എന്താണ്? വൽ അംബിയാഉ ഇഖ്വത്തുൻ ലിഅല്ലാത്തിൻ ഉമ്മഹാത്തുഹും ശത്താ വദീനുഹും വാഹിദുൻ. അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ പല ഉമ്മമാരുടെ മക്കളായിട്ട് വരുന്ന സഹോദരങ്ങളാണ്. അവരുടെ ദീൻ ഒന്നാണ് എന്ന ഒരു ആലങ്കാരിക പ്രയോഗത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പിയാക്കളുടെ ആ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ഹദീസിന്റെ അർത്ഥം? ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ അർത്ഥം എന്താണ്? വമഅനൽ ഹദീസ്, ഈ ഹദീസിന്റെ അർത്ഥം എന്താണ്? അന്ന അസ്ല ദീനിഹിൻ വാഹിദ്, അവർ എല്ലാം കൊണ്ടുവന്ന ദീനിന്റെ അടിസ്ഥാനം ഒന്നാണ്. വഹുവ തൗഹീദ്, അതാണ് തൗഹീദ് അഥവാ ഇസ്ലാമിന്റെ അഖീദകൾ. അഖീദകൾ എല്ലാവർക്കും ഒന്നാണ്. അല്ലാഹുവിലും അന്ത്യനാളിലും അതുപോലെ മലക്കുകളിലും ദൂതന്മാരിലും ഗ്രന്ഥങ്ങളിലും ഖദറിലും സ്വർഗത്തിലും നരകത്തിലും ഖബർ ശിക്ഷയിലും ഇങ്ങനെയുള്ള പരലോക സംബന്ധമായ കാര്യത്തിലുമൊക്കെ എല്ലാവരും ഒന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ വ്യത്യാസപ്പെട്ട് കൊണ്ടുള്ള ദഅവത്ത് ഒരു പ്രവാചകരിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതേസമയത്ത് വഖ്തലഫത്ത് ഫുറൂഉ ശറാഇഇ, അതേസമയത്ത് ശാഖാപരമായ വിഷയത്തിൽ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഇത്യാദി വിഷയങ്ങൾ, നജസ് അതിന്റെ ശുദ്ധീകരണം, കുളി അതിന്റെ ഷർത്തുകൾ, അതിന്റെ ഫർളുകൾ, വുദൂ അതിന്റെ കാര്യങ്ങൾ, തയമ്മും, നിക്കാഹുകൾ, മുആമലകൾ, ജിനായാത്തുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവ ഓരോ പ്രവാചകനും വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവാം, ശരീഅത്തുകൾ തമ്മിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് എല്ലാം ഒന്നു തന്നെയാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഉദാഹരണം, ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പൊ സുജൂദ് ചെയ്യാം. എന്താണ് സുജൂദ് എന്ന് പറഞ്ഞാൽ? വളുഉൽ ജബ്ഹ ഫിൽ അർദ്, ഭൂമിയിൽ നെറ്റിത്തടം വെക്കലാണല്ലോ സുജൂദ്, പ്രത്യേക രൂപത്തിൽ. അഥവാ നടുഭാഗം അഥവാ നമ്മുടെ ഊരഭാഗം മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ഭൂമിയിൽ നെറ്റിത്തടം വെച്ചുകൊണ്ടുള്ള ആ പ്രത്യേക സാഷ്ടാംഗമാണല്ലോ സുജൂദ് എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലുള്ള, ഒന്ന് ഇബാദത്തിന്റെ സുജൂദുണ്ട്, അഥവാ സുജൂദ് ചെയ്യപ്പെടുന്ന ആ വ്യക്തി ഇലാഹും റബ്ബുമാണ് എന്നുള്ള നിലവാരം കൊടുത്തുകൊണ്ട് നടത്തുന്ന സുജൂദ്. അത് ശിർക്കിന്റെ പ്രവർത്തനമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. ആദം അലി ഇസ്ലാം മുതലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരേക്കുമുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും ഇതിൽ വ്യത്യാസം ഇല്ല. എല്ലാവരും അതിൽ ഏകോപിക്കുന്നു. അതേസമയത്ത് ആദരവ് കൊടുക്കാൻ വേണ്ടി നമ്മൾക്ക് ഒരു ഉസ്താദ് നമ്മുടെ അരികിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ എഴുന്നേൽക്കാറില്ലേ? ഉണ്ട്. നമ്മൾ മടക്കി കുത്തിയ തുണി അത് താഴേക്കിടാറില്ലേ? ഉണ്ട്. അതുപോലെ നമ്മൾ വളരെ ഭവ്യതയോടുകൂടി നിൽക്കാറില്ലേ? ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അത് എന്താണ്? അത് തഅ്ളീമാണ് അഥവാ ആദരവാണ്. ഇങ്ങനെ ആദരവിനും തഅ്ളീമിനും വേണ്ടിയാണെങ്കിൽ, ആ രൂപത്തിലാണെങ്കിൽ, അഥവാ വസ്സജ്ദതു ലി ആദമ ഇക്റാമൻ വഇമാമൻ വഇഹ്തിറാമൻ വസലാം, ഇങ്ങനെ തഅ്ളീമിനും ആദരവിനും വേണ്ടിയുള്ള സുജൂദാണെങ്കിൽ അതിന്റെ സ്വഭാവം എന്താണ്? ആദം നബി അലൈഹിസ്സലാം മുതൽക്ക്
ഈസാ നബി അലൈഹി സ്വലാം വരേക്കുമുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും ഉമ്മത്തിൽ അത് അനുവദനീയം ആയിരുന്നു. ശരിക്കും മനസ്സിലാക്കണം. കാരണം അത് ഇബാദത്തിന്റെ സുജൂദല്ല. ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ പറയാം, വഖദ് കാന ഹാദാ സായിറൻ ഫീ ശറാഇഇഹിം ഇദാ സല്ലമു അലൽ കബീർ യസ്ജുദൂന ലഹു വലം യസൽ ഹാദാ ജായിസൻ മിൻ ലദൻ ആദമ ഇലാ ശരീഅത്തി ഈസാ അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരേക്കുമുള്ള മുഴുവൻ ശരീഅത്തിലും ഇങ്ങനെ നെറ്റിത്തടത്ത് വെച്ചുകൊണ്ടുള്ള ബഹുമാനം കൊടുക്കൽ അനുവദനീയം ആയിരുന്നു. പക്ഷെ നമ്മുടെ ഉമ്മത്തിൽ അത് ഹറാമാക്കപ്പെട്ടു. അല്ലാഹു തആലാക്ക് മാത്രമേ സുജൂദ് ചെയ്യാവൂ എന്ന നിയമം നമ്മുടെ ഉമ്മത്തിൽ വരപ്പെട്ടു. അപ്പൊ ഇബാദത്തിന്റെ സുജൂദാണെങ്കിൽ അത് സർവ്വ ഉമ്മത്തിലും പാടില്ല. ആദരവ് കൊടുക്കുന്ന സുജൂദാണെങ്കിൽ അത് പൂർവ്വകാല ഉമ്മത്തിങ്ങളിൽ അനുവദനീയമായിരുന്നു. നമ്മുടെ ഉമ്മത്തിൽ അത് ഹറാമാക്കപ്പെട്ടു. അപ്പോ ആദരവ് ഒരിക്കലും ആരാധനയല്ല. അഥവാ എല്ലാ ആദരവും ആരാധനയാണെന്ന് പറയാൻ പറ്റൂല. ആരാധന എന്ന് പറയുന്നത് സ്പെഷ്യൽ ആദരവാകുന്നു. എന്താണ് ആ ആദരവ്? അഖ്സാവായത്തിൽ ഖുദൂഇ വത്തദല്ലുലി, അങ്ങേ അറ്റം വരുന്ന ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ആ സ്വഭാവവും ആ പ്രവർത്തനവും ആണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ആ നിലക്കുള്ള സുജൂദാകുമ്പോഴേ അത് സർവ്വ ഉമ്മത്തികളിലും അത് വിരോധിക്കപ്പെടുന്നുള്ളൂ. അതേസമയത്ത് കേവലം ബഹുമാനിക്കുവാനും കേവലം ആദരിക്കുവാനും വേണ്ടി നിർവഹിക്കപ്പെടുന്നതാണെങ്കിൽ അത് മില്ലതുൻ ആദമ ഇലാ നബി ഈസാ അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരേക്കുള്ള മുഴുവൻ ഉമ്മത്തികളിലും അത് അനുവദനീയം ആയിരുന്നു എന്നാണ്. പക്ഷെ അതേസമയത്ത് നമ്മുടെ ഉമ്മത്തിലോ ഫഹുരിമ ഹാദാ ഫീ ഹാദിഹിൽ മില്ലഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? പ്രവാചകന്മാർ അസ്ലിൽ വാഹിദ അഥവാ അഖീദകളിൽ ഒന്നാണ്. അതേസമയത്ത് ഫുറൂഇൽ ശാഖാപരമായ കാര്യങ്ങളിൽ വ്യത്യാസമാണ്. അപ്പോ ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യത്തിന് മറുപടി ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഈ മദ്ഹബിനെ എതിർക്കുന്ന ആളുകൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാണ് 4 മദ്ഹബ് ഉണ്ടാകുക? 4 മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഒരേ അമലിനെ സംബന്ധിച്ച് തന്നെ ചിലപ്പോ ഒറ്റ അഭിപ്രായമായിരിക്കും 4 മദ്ഹബിൽ ഉണ്ടാകുക. ഇപ്പൊ തറാവീഹ് 20 റക്അത്ത് ഉണ്ട് എന്നുള്ള വിഷയത്തിൽ 4 മദ്ഹബിലും ഒറ്റ അഭിപ്രായമാണ്. അതേസമയത്ത് 20ൽ കൂടുതലുണ്ടോ എന്നുള്ളതിൽ മദ്ഹബുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. 3 മദ്ഹബും പറയുന്നത് 20 റക്അത്താണെന്നാണ്. ഷാഫിഈ മദ്ഹബ്, അതുപോലെ ഹനഫി മദ്ഹബ്, അതുപോലെ തന്നെ ഹംബലി മദ്ഹബ്. ഈ 3 മദ്ഹബും പറയുന്നത് തറാവീഹ് 20 റക്അത്തേ ഉള്ളൂ എന്നാണ്. അതേസമയത്ത് മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് എന്താണ്? തറാവീഹ് 36 റക്അത്ത് വരെ ഉണ്ട് എന്നാണ്. അപ്പൊ 20 ഉണ്ട് എന്നുള്ളതിൽ തർക്കം ഇല്ല. 20ൽ കൂടുതൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഇവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു ദീനിൽ എങ്ങനെ പല അഭിപ്രായങ്ങൾ വരുന്നു എന്നുള്ള ചോദ്യം ആ ചോദ്യം ചോദിക്കുന്ന ആളുകളോട് തിരിച്ച് മറു ചോദ്യം ചോദിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ദീനായിരിക്കെ ഒരു ദീന് പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്ന വ്യത്യസ്ത പ്രവാചകന്മാരെങ്ങനെയാണ് വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞത്? സുജൂദ് ആദരവിന് വേണ്ടിയാണെങ്കിൽ നമ്മുടെ ഉമ്മത്തിൽ ഹറാമും ഈസാ നബിയുടെ ഉമ്മത്തിൽ ഹലാലും ഇതെങ്ങനെ വന്നു? മൂസാ നബിയുടെ ഉമ്മത്തിൽ ഹലാൽ ഇതെങ്ങനെ വന്നു? യഅഖൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്തിൽ ഹലാൽ ഇതെങ്ങനെ വന്നു? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെയും ഇബ്രാഹിം നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും ആദം നബിയുടെയും ഷീസ് നബിയുടെയും നൂഹ് നബിയുടെയും ഇദ്രീസ് നബിയുടെയും ഒക്കെ ഉമ്മത്തിൽ അതെങ്ങനെ ഹലാലായി? ഒരേ വിഷയം തന്നെ ഒരേ മതത്തിൽ ഒരേ അല്ലാഹുവിന്റെ മതത്തിൽ ഒരേ വിഷയം തന്നെ വ്യത്യസ്ത പ്രവാചകന്മാരുടെ ഇടയിൽ ഹലാലും ഹറാമും ആയതെങ്ങനെ? അപ്പൊ ശാഖാപരമായ വിഷയത്തിൽ വിധികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ആ വ്യത്യാസങ്ങളുടെ പേരും പറഞ്ഞിട്ട് ദീനൊന്നല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ വ്യത്യസ്ത അഭിപ്രായം വരുന്നത് എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയും ഇല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് സാന്ദർഭികമായിട്ട് ഒരു ചോദ്യത്തിന് മറുപടി. സാധാരണഗതിയിൽ ഇവർ പറയും, ഇവിടെ തറാവീഹ് 36 റക്അത്ത് ഉണ്ട് എന്ന് ഇമാം മാലിക് തങ്ങൾ പറഞ്ഞല്ലോ, അതേസമയത്ത് തറാവീഹ് 20 മാത്രമേ ഉള്ളൂ എന്ന് മറ്റു 3 ഇമാമികളും പറഞ്ഞല്ലോ. ഇതിൽ ഏതെങ്കിലും ഒരു ഇമാമ് ഹദീസിൽ പഴച്ച ആളാണ്, ബാക്കിയുള്ള ഇമാമുമാർക്ക് മാത്രമേ ഹദീസിൽ യോജിപ്പുള്ളൂ. അഥവാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനോട് യോജിച്ചു വന്നത് ഒരു വിഭാഗം മാത്രമാണ്. മറ്റേ വിഭാഗത്തിനാണെങ്കിലും ഹദീസിൽ പിഴവ് പറ്റിയതാണ്, അവർക്ക് ഹദീസ് കിട്ടാത്തത് കൊണ്ടാണ്, അങ്ങനെ കിട്ടാതെ അവർ അഭിപ്രായം പറഞ്ഞതാണ്, അതുകൊണ്ട് ആ ഇമാമിന്റെ മദ്ഹബ് തള്ളപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന ചില വങ്കത്വം പറയുന്ന, അല്ലെങ്കിൽ അറിവില്ലായ്മ പറയുന്ന, വിവരക്കേട് പറയുന്ന, ഇസ്ലാമിന്റെ ചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ വ്യാഖ്യാനത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച്
മനസ്സിലാക്കാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും മനസ്സിലാക്കണം. ഇവിടെ രണ്ട് വിഭാഗത്തിനും ഹദീസുണ്ട്. ഇവിടെ തറാവിഹ് 20 റക്അത്താണെന്ന് പറയുന്ന ആളുകൾക്കും ഹദീസുണ്ട്, 36 റക്അത്താണെന്ന് പറയുന്ന ആളുകൾക്കും പ്രമാണം ഉണ്ട്. എന്താണ് പ്രമാണം? തറാവിഹ് 20 റക്അത്താണെന്ന് പറയുന്ന ആളുകൾ പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കാലത്ത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മദീനത്തെ പള്ളിയിൽ പുനരേകീകരിക്കപ്പെട്ടതായ തറാവിഹ് 20 റക്അത്താണ് നിസ്കരിച്ചത് എന്ന് കൃത്യമായി സ്വഹാബത്ത് ഇജ്മാ ആയിട്ടുണ്ട്. അത് സ്വഹാബത്ത് ഇജ്മാ ആയി എന്നുള്ളത് എത്രയോ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. വഹാബി പ്രസ്ഥാനം, ഇവിടെ മുജാഹിദുകൾ, അതുപോലെ തന്നെ സലഫികൾ തന്നെ ഇപ്പൊ തീവ്ര സലഫികളും മൃദു സലഫികളൊക്കെ ആയിട്ട് വഴി പിരിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരെല്ലാവരും അംഗീകരിക്കുന്ന അവരുടെ നേതാവായ ഇബ്നു അബ്ദുൽ വഹാബ് അയാളുടെ കിതാബിലും, അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ വഹാബിന്റെയും അപ്പോസ്തലനായ ഇബ്നു തൈമിയ അയാളുടെ ഫതാവയിലും ഇവരൊക്കെ പറഞ്ഞു എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് തറാവീഹ് 20 റക്അത്താണെന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് ഇജ്മാ ആണെന്ന് ഇജ്മാ ആയ മസ്അലകൾ മാത്രം വിശദീകരിക്കാവുന്ന മഹാനായ ഇമാം ഹാഫിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മസായിലുൽ ഇജ്മാ എന്ന കിതാബിൽ വരെ അത് ഇജ്മാ ആയ മസ്അലയാണെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പക്ഷത്തിന്റെ തെളിവ്. അതേ സമയത്ത് മദീനക്കാരായ ആളുകൾ എത്രയോ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട്, ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു ഏതാണ്ട് ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ഉള്ള ആളാണ്. അദ്ദേഹം വരുന്നത് വരേക്കും മദീന എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഈറ്റില്ലമാണ്. റസൂലുള്ള മദീനത്തെ പള്ളിയിൽ ജീവിച്ചു. പിന്നെ സിദ്ദീഖുൽ അക്ബർ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇവരൊക്കെ മദീനത്തെ പള്ളിയിൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ നടപ്പിൽ വരുത്തി. അതിങ്ങനെ കണ്ട് പഠിച്ച് പതിറ്റാണ്ടുകൾ അത് നിലനിന്നു. മാലിക് ബിൻ അനസ് റളിയല്ലാഹു കാലത്തെത്തുമ്പോഴും അങ്ങനെ 36 റക്അത്ത് നിസ്കരിക്കുന്നതായിട്ട് കാണാൻ. അപ്പൊ ഈ 36 റക്അത്ത് മദീനക്കാരുടെ അമൽ എന്ന് പറയുന്നത് നേർക്കുനേരെ കണ്ടുപോകുന്നതാണ് എന്ന ഉസൂല്, ആ ഉസൂല് വെച്ചുകൊണ്ടാണ് മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല സംസാരിച്ചത്. അതുകൊണ്ടാണ് അവിടുന്ന് 36 എന്ന് പറഞ്ഞത്. പക്ഷെ അത് ഇപ്പുറത്തുള്ള ആളുകളുടെ ഉസൂൽ എന്താണ്? അത് മദീനക്കാരങ്ങനെ ചെയ്തത് തറാവീഹ് എന്ന നിലക്കല്ല. മദീനക്കാരങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ആരും പറയുന്നില്ല. എല്ലാവരും പറയുന്നു മദീനക്കാരങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ്. പക്ഷെ അങ്ങനെ ചെയ്തത് തറാവീഹ് എന്ന നിയ്യത്തല്ല, മറിച്ച് അത് മക്കക്കാര് 4 റക്അത്തുകൾക്കിടയിൽ വിശ്രമ സമയത്ത് ഒറ്റക്കൊറ്റക്കായിട്ട് കഅബാലയം തവാഫ് ചെയ്യുന്നതിന് ബദലായിട്ട് ഇവർ ഒറ്റക്കൊറ്റക്കായിട്ട് നിസ്കരിച്ചതാണ് 4 റക്അത്ത് വീതം. അങ്ങനെ 20ന്റെ ഇടയിൽ, ഓരോ 4ന്റെ ഇടയിൽ 4 റക്അത്തുകൾ 16 റക്അത്ത് വർദ്ധിച്ചതാണ്. ഇപ്പൊ ഒരേ വിഷയത്തെ തന്നെ മദീനക്കാരുടെ അമല്, മദീനക്കാരുടെ ഇന്നത്തെ മദീനക്കാരുടെ അമലല്ല, മറിച്ച് സലഫ് സ്വാലിഹീങ്ങളായ ആദിമ നൂറ്റാണ്ടുകാരായ മദീനക്കാരാണ്. അതിലാരൊക്കെയാണ് അണിനിരന്നിട്ടുള്ളത്? സ്വഹാബിമാരും താബിഈങ്ങളുമാണ്. അവര് മദീനക്കാരാണ്. അത് ഇസ്ലാം മറ്റുള്ള സ്ഥലത്തേക്ക് പടർന്നു പന്തലിച്ച് അവിടെയുള്ള ആളുകളല്ല, മറിച്ച് ഇസ്ലാമിന്റെ കേന്ദ്രബിന്ദുവായ മദീനാവാസികളാണ്. ആ മദീനാവാസികള് അങ്ങനെ നിർവഹിച്ചത് ഈ അടിസ്ഥാനത്തിലാണെന്ന് ഒരു ഇമാം പറയുമ്പോൾ അല്ല മറ്റേ അടിസ്ഥാനത്തിൽ. അപ്പൊ ഒരേ വിഷയത്തെ തന്നെ 2 ഉസൂല് കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ 2 വീക്ഷണം വരികയാണ്. അല്ലാതെ ഒരാൾക്ക് ഒരു തെളിവും മറ്റേയാൾക്ക് വേറൊരു തെളിവും, അല്ലെങ്കിൽ ഒരാൾക്കൊരു തെളിവ് കിട്ടിയില്ല മറ്റേയാൾക്ക് തെളിവ് കിട്ടി, ഈ രൂപത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എനിക്കായാലും നിങ്ങൾക്കായാലും ആർക്കായാലും ഷാഫി ഇമാമിനായാലും എല്ലാ ഇമാമികൾക്കായാലും ആകെ ഖുർആൻ 6,600 ചില്ലാനും ആയത്തുകളുള്ളൂ. അതേ സമയത്ത് അവരുടെ ഖുർആനും ഒന്നാണ്, നമ്മളെ ഖുർആനും ഒന്നാണ്. ഏറ്റവും വലിയ പ്രമാണം ഖുർആനാണല്ലോ. ഈ ഖുർആനിൽ ഷാഫി ഇമാമിന്റെ അടുക്കലുള്ള ഖുർആനും നമ്മുടെ അടുത്തുള്ള ഖുർആനൊക്കെ ഒന്നാണ്. അല്ലാതെ ഷാഫി ഇമാമിന്റെ അടുക്കലുള്ള ഖുർആനിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയപ്പോ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ ഷാഫി ഇമാമിന്റെ അടുക്കലുള്ള ഖുർആനേക്കാൾ നമ്മുടെ അടുക്കലുള്ള ഖുർആൻ കുറച്ച് കൂടിയിട്ടുണ്ടോ എന്നോ നമുക്ക് പറയാൻ പറ്റൂല. എല്ലാം ഈക്വൽ. പക്ഷെ എന്താണ് വ്യത്യാസം? അത് വ്യാഖ്യാനിക്കാനും അതിൽ നിന്ന് മസലകൾ കണ്ടെത്താനുമുള്ള തൗഫീഖും ഇതാണ് നമ്മളെ മുമ്പിലുള്ളത്. നമ്മൾ കാണുന്ന ഖുർആൻ തന്നെയാണ് അവരുടെ മുമ്പിലുള്ളത്, നമ്മൾ കാണുന്ന ഹദീസ് തന്നെയാണ് അവരുടെ മുമ്പിലുള്ളത്. പക്ഷേ അതിനെ നിർദ്ധാരണം ചെയ്യാൻ, അതിനെ എടുക്കാൻ, അതിനെ താരതമ്യം ചെയ്ത് പഠിക്കാൻ, അതിനെ തുലനം ചെയ്തുകൊണ്ട് ഗവേഷണം ചെയ്യാൻ അത് നമുക്ക് സ്കോപ്പില്ല. ഇവിടെയാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ മാറി നിൽക്കലേ നിർവാഹമുള്ളൂ. നമ്മളൊന്ന് ഒഴിഞ്ഞു നിൽക്കുക, നമ്മളൊന്ന് മാറി നിൽക്കുക, എന്നിട്ട് ഇതിനെപ്പറ്റി ഈ അർഹർ എന്ന് പറയുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. ഇതാണ് മദ്ഹബിന്റെയും തഖ്ലീദിന്റെയും ആകത്തുക എന്ന് പറയുന്നത്.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഏതായാലും ഇവിടെ ചില ആളുകൾ പറയാറുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ ദീൻ എന്തായിട്ടുണ്ട്, പൂർണ്ണമായിട്ടുണ്ട്, അതുകൊണ്ട് ഇനി മദ്ഹബിന്റെ കിതാബുകൾ എന്തു പറയുന്നു എന്ന് പരിശോധിച്ചുകൊണ്ട് ദീന് മനസ്സിലാക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് ചില ആളുകൾ തട്ടിവിടാറുണ്ട്. ആ തട്ടിവിടലിന് ഉപോത്ബലകമായിട്ട് അവരൊരു ആയത്ത് ഉദ്ധരിക്കാറുണ്ട്. അത് സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ ആയത്താണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറയുന്ന ആ ആയതാണ് അവർ ഉദ്ധരിക്കാറുള്ളത്. എന്താണ് അതിന്റെ അർത്ഥം? സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ ആയത്ത്. അൽയൗമ, ഈ ദിവസം എന്ന് പറഞ്ഞാൽ ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് അറഫ ദിവസമാണ് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 63-ാമത്തെ വയസ്സ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയതിനു ശേഷം ആദ്യമായിട്ട് അവസാനമായിട്ടും ചെയ്തതായ ഹജ്ജ്, 1,00,000-ൽ പരം വരുന്ന സഹാബിമാരെ അണിനിരത്തിക്കൊണ്ട് നടത്തിയ ഹജ്ജ്. ആ ഹജ്ജിൽ 1,00,000-ൽ പരം സഹാബിമാരെ അറഫ മൈതാനിയിൽ അണിനിരത്തിക്കൊണ്ട് അവതരിച്ച ആയത്ത്, ആ ആയത്താണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മാത്രമായിട്ട്, പൂർവ്വകാല ഉമ്മത്തികൾക്കൊന്നുമില്ലാത്ത വിധം നിങ്ങൾ ഉമ്മത്ത് മുഹമ്മദിയക്കു മാത്രമായിട്ട് നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞു തരുന്ന ആയത്ത്. ഇവിടെ ദീന് പൂർത്തിയായി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി മദ്ഹബിന്റെ ആവശ്യം ഇല്ല എന്നാണോ? അല്ല. ദീൻ പൂർത്തിയായി എന്ന് പറഞ്ഞാൽ ഓരോ വിധി വിലക്കും കൃത്യമായിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ കൊണ്ടും ഖുർആനിന്റെ ആയത്തുകളെ കൊണ്ടും പച്ചയായി, സ്പഷ്ടമായി, വ്യക്തമായി ഏത് കൊച്ചു കുട്ടിക്കും നോക്കിയാൽ ഇങ്ങോട്ട് മനസ്സിലാകുന്ന കോലത്തിൽ ആയിട്ടുണ്ട് എന്നാണോ? ഇങ്ങനെ തക്ബീർ തിഹ്റാം മുതൽക്ക് സലാം വീട്ടുന്നത് വരേക്കുമുള്ള നിസ്കാരത്തിന്റെ ആയിരക്കണക്കായ മസലകൾ, അതുപോലെ നോമ്പിന്റെ ആയിരക്കണക്കായ മസലകൾ, സക്കാത്തിന്റെ ആയിരക്കണക്കായ മസലകൾ, ഹജ്ജിന്റെ ആയിരക്കണക്കായ മസലകൾ, ഇങ്ങനെയുള്ള അതുപോലെ ക്രയവിക്രയങ്ങളുടെ ആയിരക്കണക്കായ മസലകൾ, അതുപോലെ വൈവാഹിക ജീവിതത്തിന്റെ ആയിരക്കണക്കായ മസലകൾ, അതുപോലെ സിവിൽ ക്രിമിനൽ സംബന്ധമായ ഇസ്ലാമിക ശരീഅത്തിന്റെ ആയിരക്കണക്കായ മസലകളൊക്കെ വള്ളം പോലെ സ്പഷ്ടമായി ഏത് കൊച്ചു കുട്ടിക്കുങ്ങിട്ട് നോക്കി ഇങ്ങോട്ട് വായിച്ചിട്ട് എടുത്താൽ ഇങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാകുന്ന വിധത്തിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് കൃത്യമാക്കി തന്നു എന്നാണോ അതിന്റെ അർത്ഥം? ആണോ? ഇനി ഒരു മദ്ഹബിന്റെ ഒരു ഇമാമിന്റെ വിശദീകരണത്തിന്റെ ആവശ്യമില്ലാതെ, ഉലമാഇന്റെ വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്ത വിധം ഒക്കെ സ്പഷ്ടവും കൃത്യവുമാക്കി വെച്ചു എന്നാണോ അതിന്റെ അർത്ഥം? എവിടുന്ന് കിട്ടി വഹാബികൾക്കും മൗദൂദികൾക്കും ഈ ആശയം? എവിടുന്ന് കിട്ടി? അവരുടെ അനുയായികൾക്കിടയിൽ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യല്ലേ? അവരുടെ മുഴുവൻ പ്രഭാഷണങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലും ഈ ആയത്തിനെ തെറ്റായി അർത്ഥം വെച്ചുകൊണ്ടിരിക്കല്ലേ? എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ബൈബാഖി റളിയല്ലാഹു തആല അൻഹു പറയുന്നത് എന്താണ്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനെ പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞാൽ ബിൻ നസ്രി വൽ ഇദ്ഹാരി അൽ അദിയാനി കുല്ലിഹാന, മറ്റു മതങ്ങളെക്കാൾ നിങ്ങളുടെ മതത്തെ, നിങ്ങളുടെ ദീനിനെ ഇതാ ഈ അറഫ മൈതാനിയോടുകൂടി ഈ ഭൂമുഖത്ത് നാം വിളംബരപ്പെടുത്തി എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിലോ ഔ ബിത്തൻസീസി അലാ ഖവാഇദിൽ അഖാഇദി വത്തൗഖീഫി അലാ ഉസൂലി ശറാഇ വഖവാനീനിൽ ഇജ്തിഹാദീന, അതായത് ഇസ്ലാമിന്റെ വിശ്വാസ തത്വങ്ങൾ, അഖീദകൾ നസ്സാക്കി തന്നു. അതിലിനി ഗവേഷണമോ പുതിയ കണ്ടെത്തലോ ഒന്നും വരാനില്ല. അള്ളാഹുവിന്റെ വിശ്വാസം, മലക്കുകളുടെ വിശ്വാസം, ഗ്രന്ഥങ്ങളിലെ വിശ്വാസം, മുർസലീങ്ങളിലെ വിശ്വാസം, അന്ത്യനാളിലെ വിശ്വാസം, ഖദറിലെ വിശ്വാസം, ഇതൊക്കെ കൃത്യമാക്കി തന്നു. അതേപോലെ തന്നെ തൗഖീഫി അലാ ഉസൂലി ശറാഇഇന, മർമ്മപ്രധാനമായ ശരീഅത്തിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു. നിസ്കാരം, നോമ്പ്, ഹജ്ജായിരുന്നു അതുവരെ ചെയ്യാത്ത ഹജ്ജായിരുന്നു. ഹജ്ജോടുകൂടി നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഈ ഇത്രയും കാര്യം, ഷഹാദത്ത്, ഈ 5 കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി തന്നു. ശാഖാപരമായിട്ട് അനുബന്ധങ്ങളായിട്ട് ഇനി ലക്ഷക്കണക്കിന് മസലകളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഏതൊരു കൊച്ചുകുട്ടിക്കും ഇങ്ങോട്ട് വായിച്ചെടുക്കാൻ പറ്റുന്ന കോലത്തിലാക്കി തന്നു എന്നല്ല. വഖവാനീനിൽ ഇജ്തിഹാദി, ഇനി പുതിയ വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറയാത്ത കാര്യങ്ങളുടെ മതവിധി എന്താണെന്നും പറയാനുള്ള ഇജ്തിഹാദിന്റെ നിയമാവലികളൊക്കെ പൂർത്തിയാക്കി. അപ്പൊ ഈ ദീൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ എല്ലാ ഹലാലും ഹറാമും മതവിധികളും ഒക്കെ ഇവിടെ ഇങ്ങനെ പൂർത്തിയായി പൂർണ്ണമായിട്ട് ഓൾറെഡി ഇങ്ങനെ ഗോഡൌണിലാക്കി വെച്ചു എന്നാണോ? അല്ല, അങ്ങനെയല്ല. പിന്നെ എന്താണ് അവിടെ ഉദ്ദേശം? എന്താണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. പിന്നെ എന്താണ് അവിടെ ഉദ്ദേശം? വളരെ കൃത്യമായിട്ട് തന്നെ
എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കി. എന്താണ് അവിടുത്തെ ഉദ്ദേശ്യം? ഇമാം ബൈദാവി തങ്ങൾ പറഞ്ഞത് ഒന്നുകൂടി ഞാൻ പറയുകയാണ്. അത്തൻസീസു അലാ ഖവാഇദിൽ അഖാഇദി, അഖീദകളുടെ വിശ്വാസ തത്വങ്ങൾ വ്യക്തമാക്കി തന്നു. ഉസൂലു ശറാഇ അഥവാ പ്രധാന ശരീഅത്തിന്റെ കാര്യങ്ങൾ അത് പഠിപ്പിച്ചു തന്നു. ഇജ്തിഹാദിന്റെ ഖാനൂനുകൾ അഥവാ ഒരു മുജ്തഹിദിന് ഇജ്തിഹാദ് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നും കൃത്യമാക്കി കൊടുത്തു. ഇതേ അതിനർത്ഥമുള്ളൂ. ഇനി ഇതേ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം റാസി തങ്ങൾ എന്താ പറഞ്ഞത്? അൽ മുറാദു ബി ഇഖ്ബാലുദ്ദീൻ അന്നഹു തആല ബയ്യന ഹുക്മ ജമീഇൽ വഖാഇ ബഅ്ദഹാബി ബിൻ നസീബ ബഅ്ദഹാബി അൻ യുബയ്യന തരീഖ മഅരിഫത്തിൽ ഹുക്മി ഫീഹ അലാ സബീലിൽ ഖിയാസ്. അല്ലാഹു ദീന് പൂർത്തിയാക്കി തന്നെന്ന് പറഞ്ഞാൽ നിയമങ്ങളിൽ നിന്ന് ചിലത് വളരെ നസ്സായിട്ട് മറുവ്യാഖ്യാനത്തിന് പഴുതു കൊടുക്കാത്ത വിധം, അഭിപ്രായ ഭിന്നതകൾക്ക് ഇടം കൊടുക്കാത്ത വിധം സ്പഷ്ടമാക്കി. അതേ സമയത്ത് വേറെ കുറെ മസാലകള് അത് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുന്ന രൂപത്തിലും ആക്കി. ഇങ്ങനെയാണ് ദീന് പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ. അപ്പോ എല്ലാം ഖുർആനിലും ഹദീസിലും വായിച്ചെടുക്കാൻ കഴിയൂല. മറിച്ച് ബഹുഭൂരിപക്ഷവും ഗവേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ്. അതാണ് ദീന് പൂർത്തിയാക്കി എന്ന് പറഞ്ഞാല്. ഇങ്ങനെ രണ്ട് തരത്തിലാണ് വിധിവിലക്കുകളുള്ളത്. ഒന്ന് നസ്സായ വ്യക്തമായിട്ട് ഖുർആൻ ഹദീസ് കൊണ്ട് തെളിഞ്ഞ കാര്യങ്ങൾ. രണ്ട്, ഖുർആൻ ഹദീസ് വിവിധ വ്യാഖ്യാനങ്ങൾക്ക് ഇടം കൊടുക്കുന്ന വിധത്തിൽ ഗവേഷണത്തിന് അഥവാ മുജ്തഹിദികളായ ഷാഫി ഇമാമിനെ പോലുള്ള സമുന്നതരായ ഇമാമുമാരുടെ ഗവേഷണ, നിരീക്ഷണ, പര്യവേഷണ ആ കാര്യങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന വിധത്തിലുള്ളത്. ഇതെല്ലാം ഇങ്ങനെ സമാഹരിക്കപ്പെടുന്ന അഥവാ വ്യക്തമായ തെളിവുകളിൽ നിന്ന് സമ്പാദിക്കപ്പെടുന്നതും ഗവേഷണത്തിലൂടെ കണ്ടെത്തപ്പെടുന്നതുമായ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, നിസ്കാരത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ ഇമാമ് സലാം വീട്ടിയത് ഇമാമ് സലാം വീട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് മസ്ബൂക്ക് എന്ത് ചെയ്തു? ഒറ്റക്ക് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. പിന്നെ മനസ്സിലായത് ഇമാമ് സലാം വീട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇമാം ഇങ്ങനെ സലാം എഴുന്നേറ്റതിന് ശേഷം, മസ്ബൂക്ക് എഴുന്നേറ്റതിന് ശേഷമാണ് ഇമാമ് സലാം വീട്ടുന്നത് കേട്ടത്. എന്നാൽ ഈ മസ്ബൂക്ക് എന്ത് ചെയ്യണം? ഖുർആൻ നോക്കിയാൽ മനസ്സിലാവോ? ഹദീസ് നോക്കിയാൽ മനസ്സിലാവോ? അപ്പൊ അതൊക്കെ ഇമാമുമാരുടെ ഗവേഷണങ്ങൾക്ക് വിധേയമായ മസ്അലയാണ്. അതേപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇമാമ് ഒന്നാമത്തെ സുജൂദിലാണ്, മൗമൂമ് അറിയാതെ എന്ത് ചെയ്തു? മൗമൂമ് കുറെ ബേക്കിലാണുള്ളത്. മൗമൂമ് അറിയാതെ എന്ത് ചെയ്തു? പിന്നെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇരുന്നു. എന്നാൽ എന്ത് ചെയ്യണം? അവൻ രണ്ടാം സുജൂദിലേക്ക് പോവുകയാണോ വേണ്ടത്? അഥവാ ഇടയിലുള്ള ഇരുത്തത്തെ ദീർഘിപ്പിക്കുകയാണോ വേണ്ടത്? അതോ ഒന്നാം സുജൂദിലേക്ക് മടങ്ങുകയാണോ വേണ്ടത്? ഇങ്ങനെയുള്ള ഒരുപാട് മസലകൾ, ഇതൊക്കെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ്. ഇങ്ങനെ ലക്ഷക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഇതൊക്കെ നമുക്ക് ഖുർആനും ഹദീസും നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയോ? ഒരു മുജാഹിദിന്റെ ഒരു നാടനെ വിളിച്ചുകാണ്ട് ഇത് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയോ? അതിന്റെ ഒരു ഹദീസ് ഉദ്ധരിക്കാൻ അവർക്ക് കഴിയോ? അല്ലെങ്കിൽ ഖുർആന്റെ ഒരു ആയത്ത് ഉദ്ധരിക്കാൻ അവന് കഴിയോ? അപ്പൊ അതുകൊണ്ട് തന്നെ മദ്ഹബിനെയും തഖ്ലീദിനെയും വിമർശിക്കുക എന്ന് പറയുന്നത് 100% വിഡ്ഢിത്തരമാണ്. ദീനിനെ സംബന്ധിച്ച് ഭാഗികമായിട്ട് പോലും മനസ്സിലാക്കാത്തതിന്റെ പേരിൽ സംഭവിച്ച അമളിയാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ മനസ്സിലാക്കണം. അപ്പോ പരിശുദ്ധ ഇസ്ലാം നസ്സായിട്ട് പറഞ്ഞ കാര്യങ്ങളും അതുപോലെ ഗവേഷണത്തിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങളും കൂടെയും സമാഹാരമാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റിയാണ് കർമ്മശാസ്ത്രം എന്ന് പറയുക. ഇസ്ലാമിക ശാസ്ത്രങ്ങൾ പലതുണ്ട്. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ. ഇസ്ലാമിക ശാസ്ത്രങ്ങൾ പലതുണ്ട്. ഒന്ന് വിശ്വാസശാസ്ത്രം, അതാണ് അഖീദ. രണ്ട് കർമ്മശാസ്ത്രം, അതാണ് ഫിഖ്ഹ്. മൂന്ന് ആധ്യാത്മിക ശാസ്ത്രം, അതാണ് തസവൂഫ്. തസവൂഫ് ഇസ്ലാമിന് അന്യമല്ല, അത് പുതിയൊരു ശാസ്ത്രം അല്ല. ഇസ്ലാം പഠിപ്പിച്ചതും ശരീഅത്ത് പഠിപ്പിച്ചതും അമ്പിയാക്കൾ നിർവഹിച്ചതും സ്വഹാബത്തിലൂടെ പ്രായോഗികമാക്കിയതുമായ കാര്യങ്ങളാണ്. അതിനെ തീവ്ര ആത്മീയത എന്നോ അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധ സൂഫിസം എന്നോ പേരിട്ടുകൊണ്ട് വിമർശിക്കുന്നതിലൊന്നും തന്നെ യാതൊരു അടിസ്ഥാനവുമില്ല, അർത്ഥവുമില്ല. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്താണ് ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ, കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാം സർകശി അവിടുത്തെ ഖവാഇദിൽ പറയുന്നു, വിശദീകരിക്കുന്നു, മഅരിഫത്തു അഹ്കാമിൽ ഹവാദിസി നസ്സൻ വസ്തിംബാതൻ എന്നാണ്. എന്താണ് ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ? മഅരിഫത്തു അഹ്കാമിൽ ഹവാദിസി നസ്സൻ വസ്തിംബാതൻ, ഓരോ സംഭവവികാസങ്ങളുടെയും ഹുക്മുകൾ, അതിന്റെ വിധി, അത് ഹറാമാണോ, സഹീഹാണോ, ഫാസിദാണോ, സുന്നത്താണോ, ഹലാലാണോ, കറാഹത്താണോ,
ഖിലാഫുൽ ഔലയാണോ, നല്ലതാണോ, ചീത്തതാണോ, ഇങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട ഹുക്കുമുകൾ. അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ ഹുക്കുമാണ്. അദ്ദീൻ വൽ അഹ്കാം, ദീൻ എന്ന് പറഞ്ഞാൽ ഹുക്കുമുകളാണ്. അതിൽ വിശ്വാസപരമായ ഹുക്കുമുകളുണ്ട്, കർമ്മപരമായ ഹുക്കുമുകളുണ്ട്, സ്വഭാവ സംസ്കരണ സംബന്ധമായ ഹുക്കുമുകളുണ്ട്. അതിൽ ഫിഖ്ഹ് എന്ന് പറയുന്നത് വിശ്വാസപരമായ ഹുക്കുമുകൾ. ഹുക്കും എന്ന് പറഞ്ഞാൽ വിധിവിലക്കുകൾ അഥവാ നിയമങ്ങൾ. അപ്പൊ നിയമങ്ങളാണ് ദീൻ എന്ന് പറഞ്ഞാൽ, നിയമങ്ങളാണ് ദീൻ എന്ന് പറഞ്ഞാൽ. ഒരാളിപ്പോ ഇങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് സലാം വീട്ടുന്നത് വരെ ഒരു പ്രവർത്തനം നിർവഹിച്ചു. ആ പ്രവർത്തനം അല്ല ദീൻ എന്ന് പറയുന്നത്. ആ പ്രവർത്തനത്തെ കുറിച്ചുള്ള നിയമങ്ങളാണ് ദീൻ എന്ന് പറയുന്നത്. പ്രവർത്തനം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ ആംഗ്യങ്ങളും ചലനങ്ങളുമാണ്. ആ ചലന ആംഗ്യങ്ങളല്ല ദീൻ എന്ന് പറയുന്നത്. മറിച്ച് ദീൻ എന്ന് പറയുന്നത് അവയെ കുറിച്ചുള്ള ദീനിന്റെ നിലപാടുകളാണ്, നിയമങ്ങളാണ്, വിധികളാണ്, വിധിവിലക്കുകളാണ് ദീൻ എന്ന് പറയുന്നത്. അതിൽ കർമ്മപരമായ വിധിവിലക്കുകളാണ് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. ആ കർമ്മശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളാണ് മദ്ഹബുകൾ കൈകാര്യം ചെയ്യുന്നത്. വിശ്വാസശാസ്ത്ര സംബന്ധമായ കാര്യങ്ങൾ അത് അശ്അരി, മാതുരീദി, തരീഖത്തുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? മദ്ഹബുകളും മദ്ഹബിന്റെ ഇമാമുമാരും കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്? ഇവിടെ മുജാഹിദുകളും ജമാഅത്തുകാരൊക്കെ പറയാറുണ്ട്, ഷാഫി ഇമാമ് തറാവി 20 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞത് ഷാഫി ഇമാമിന് ഹദീസ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. എന്താണ് ഹദീസ്? റമദാനിലും അല്ലാത്ത കാലത്തും നബി തങ്ങൾ 11 വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ഹദീസ് ബുഖാരിയിലില്ലേ? അത് കിട്ടാത്തത്, അത് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് പറയുന്ന ആൾക്കാർ നൗദുബില്ലാഹ്, എന്തൊരു വർത്തമാനമാണ് ഈ പറയുന്നത്! എത്ര മോശപ്പെട്ട വാക്കുകളാണ് ഈ ഉദ്ധരിക്കുന്നത്! എത്രമാത്രം വൃത്തികെട്ട ശബ്ദമാണ് ഈ പുറപ്പെടുവിപ്പിക്കുന്നത്! എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വ്യക്തമായ ദലീലുകൾ, വ്യക്തമായ പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രമാണങ്ങൾ? ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ നമ്മൾ കൈകാര്യം ചെയ്യുന്ന പ്രമാണങ്ങൾ എന്നല്ല. സാധാരണക്കാരുടെ പ്രമാണം എന്ന് പറഞ്ഞാൽ മദ്ഹബിന്റെ കിതാബുകളാണ്. ശരിക്കും മനസ്സിലാക്കണം, അടിവരട്ട് മനസ്സിലാക്കണം. സാധാരണക്കാരന്റെ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ മദ്ഹബിന്റെ കിതാബുകളാണ്. അതേസമയത്ത് മദ്ഹബുകളുടെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? മദ്ഹബിന്റെ പ്രമാണങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നി ഖദ് തറക്തു ഫീകും മാ ഇൻ ഇഅ്തസംതും ബിഹി ഫലൻ തദില്ലു അബദൻ കിതാബുല്ലാഹി വസുന്നത്തു നബിയിഹി. അല്ലാഹുവിന്റെ ഗ്രന്ഥവും അതുപോലെ തന്നെ അവന്റെ പ്രവാചകന്റെ ചര്യയും അതാണ് ഒന്നും രണ്ടും പ്രമാണം. ചില ഹദീസുകളിൽ വെറും കിതാബുല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഖുർആൻ മാത്രമാണ് പ്രമാണം എന്നല്ല. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിന്റെ വിശദീകരണമാണ് നബിചര്യ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആൻ മാത്രമാണ് പ്രമാണം എന്ന് പറഞ്ഞാലും അതിന്റെ ഉദ്ദേശം നബിചര്യയും അതിന്റെ ഖുർആൻ മാത്രമാണ് പ്രമാണം എന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഹദീസിലോ മറ്റോ ഇബാറത്തിലോ കണ്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? നബിചര്യ മാറ്റിവെക്കണം എന്നല്ല, മറിച്ച് നബിചര്യ ഖുർആനിന്റെ വിശദീകരണമാണ്. അല്ലാഹു തആല തന്നെ പറഞ്ഞത് എന്താണ്? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. ഇനി ഖുർആനും ഹദീസും മാത്രമല്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരേക്കുമുള്ള അല്ലാഹുവിന്റെ കലാമാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം, അവിടുത്തെ ചര്യയാണ്. ചര്യ എന്ന് പറയുമ്പോൾ അത് റിപ്പോർട്ടിലൂടെ സനദിലൂടെ കൈമാറിപ്പോകുന്ന ചര്യകളാണ്. ആ ചര്യകൾ ആ സനദിന്റെ ബലാബലം അനുസരിച്ചുകൊണ്ട് സഹീഹ്, ലഈഫ്, ഹസൻ അങ്ങനെ പല കാറ്റഗറിയിലുണ്ട്. അതില് സഹീഹായ ഹദീസുകളുണ്ട്, അസഹായ ഹദീസുകളുണ്ട്, ഹസനായ ഹദീസുകളുണ്ട്. സഹീഹ് തന്നെ പല തരത്തിലുണ്ട്, ഹസന് തന്നെ പല തരത്തിലുണ്ട്, ലഈഫായ ഹദീസുകളുണ്ട്, ലഈഫ് തന്നെ പല കാറ്റഗറിയിലുണ്ട്. അതിൽ തികച്ചും വ്യാജമായ, കള്ളമാണ് എന്ന് ബോധ്യപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കള്ളം പറഞ്ഞ ആൾ ഉദ്ധരിച്ചതാണെന്ന് ബോധ്യപ്പെട്ട മൗദൂആയ ഹദീസുകളുണ്ട്. ഈ മൗദൂആയ ഹദീസുകളല്ലാത്ത ലഈഫായ ഹദീസുകൾ അത് വാറോലയാണ് എന്നാണ് മദ്ഹബിന്റെ വിരോധികളായ മൗദൂദി വഹാബികൾ ഇവിടെ പ്രഭാഷണങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലും അനുയായികൾക്കിടയിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വളരെ തെറ്റായ ഭാഷയാണ്, അത് വളരെ മോശമായ വൃത്തികെട്ട വാക്കാണ്. എന്തുകൊണ്ട്? ലഈഫായ ഹദീസുകളെ പറ്റി അങ്ങനെ പറയാൻ പറ്റൂല. ലഈഫായ ഹദീസുകൾ പല നിലക്കും ഹുജ്ജത്താണ്. ലഈഫായ ഹദീസുകൾ പല സ്ഥലത്തും അത് പ്രമാണമാണ്. ലഈഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തപ്പെട്ട ഹദീസുകൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം തന്നെ
ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ തെളിവായി പറഞ്ഞിട്ടുണ്ട്, മറ്റു കിതാബുകളിൽ തെളിവായി പറഞ്ഞിട്ടുണ്ട്, ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിൽ തെളിവായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു ഹദീസിനെ സംബന്ധിച്ച് ലഅഫഹുൽ ബുഖാരി എന്നോ ലഅഫഹുൽ ബൈഹഖി എന്നോ ലഅഫഹു ഇബ്നു മഈൻ എന്നോ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ കണ്ടാൽ ആ ഹദീസ് ദഈഫാണെന്ന് ഇമാം ബുഖാരിയോ അല്ലെങ്കിൽ ഇമാം മുസ്ലിമോ അതുപോലെ അല്ലെങ്കിൽ ഇബ്നു മഈൻ ഇമാം നസായി പോലുള്ള ആളുകൾ പറഞ്ഞു എന്നൊരു പരാമർശം കണ്ട ഉടനെ തന്നെ ചാടിക്കൊണ്ടത് വാറോലയാണത്, തന്മോലയാണ്, അത് ചവറ്റുകൊട്ടയിലേക്ക് തള്ളിക്കളയേണ്ടുന്ന കള്ള ഹദീസാണ് എന്നൊരിക്കലും തന്നെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ പറയാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ പറഞ്ഞു പോയാൽ ഇസ്ലാമിന്റെ ആയിരക്കണക്കായ മസലകൾക്ക് അടിസ്ഥാനമില്ലാതെ പോകും എന്ന് മനസ്സിലാക്കണം. ഇവിടെയാണ് വഹാബികൾ എന്തിനും സഹീഹായ ഹദീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദഈഫായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട മതനിയമങ്ങളെ പുറങ്കാലുകൊണ്ട് ചവിട്ടി തള്ളിക്കളയാൻ വേണ്ടിയുള്ള ഈ തന്ത്രം, ഈ ഹിക്മത്ത്, അത് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് വിഷയങ്ങൾക്ക് ദഈഫായ ഹദീസുകൾ, ആ ദഈഫായ ഹദീസുകൾ ഒന്നിലധികം സനദിലൂടെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്നാൽ അത് ഹുജ്ജത്താണ്. അത് ദഈഫ് എന്നുള്ള ആ ഗണത്തിൽ നിന്നത് ഹസൻ എന്ന് പറഞ്ഞാൽ സ്വീകാര്യം എന്നുള്ള ഗണത്തിലേക്ക് അത് ഉയർന്നു വരികയാണ്. അതുപോലെ തന്നെ മറ്റനേകം വിഷയങ്ങൾക്ക് ദഈഫായ ഹദീസുകൾ ഹുജ്ജത്താണ്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അപ്പൊ ഖുർആൻ തെളിവാണ്, ഹദീസ് തെളിവാണ്. അതുപോലെ തന്നെ ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താണ്? മുജ്തഹിദീങ്ങളായ ആളുകൾ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഹിജ്റ 1, 2, 3 നൂറ്റാണ്ടുകളാണ്. അതിനുശേഷം സമ്പൂർണ്ണ മുജ്തഹിദുകൾ ഉണ്ടായിട്ടില്ല. അപ്പൊ സമ്പൂർണരായ മുജ്തഹിദീങ്ങൾ, ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മുജ്തഹിദീങ്ങൾ എല്ലാവരും ഒരു വിഷയത്തിൽ ഏകോപിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് ഇജ്മാ എന്ന് പറയുന്നത്. അതിന് ഖുർആൻ നൽകിയ പേര് സബീലുൽ മുഅ്മിനീൻ എന്നാണ്. ആ ഇജ്മാ ഇസ്ലാമിന്റെ ഏറ്റവും ഖണ്ഡിതമായ, സുരക്ഷിതത്വമുള്ള, പിഴവിന് യാതൊരു ഇടവും നൽകാത്ത ഹദീസിനേക്കാൾ, ഖബർ വാഹിദായ ഹദീസുകളെക്കാൾ ബലമുള്ള പ്രമാണമാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു അത് കൃത്യമായി അവിടുത്തെ റിസാലയിൽ വസ്തുനിഷ്ഠമായി വിവരിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു അവിടത്തോട് ചോദിക്കപ്പെട്ടു, അന്ന ഷാഫിഈ റളിയല്ലാഹു അൻഹു സുഇല അൻ ആയത്തിൻ ഫീ കിതാബില്ലാഹി തആല തദുല്ലു അലാ അന്നൽ ഇജ്മാഅ ഹുജ്ജത്തുൻ. ഇജ്മാഅ ഹുജ്ജത്താണെന്ന് അറിയിക്കുന്ന ഏതെങ്കിലും ഒരു ആയത്ത് ഖുർആനിലുണ്ടോ എന്ന് ഇമാം ഷാഫിഈ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ فقرأ القرآن 300 مرة حتى وجد هذه الآية. ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു എന്നല്ലേ? ഖുർആൻ 300 തവണ പാരായണം ചെയ്യുകയാണ്. നമ്മളൊക്കെ റമദാൻ മാസത്തിൽ പോലും ഒരു ഖത്തം പൂർത്തിയാക്കാൻ മടി കാണിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഒരു മസ്അലക്ക് നിവാരണം കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇമാം ഷാഫിഈ തങ്ങൾ വിശുദ്ധ ഖുർആനിനെ എന്ത് ചെയ്തു? വിശുദ്ധ ഖുർആനിനെ 300 തവണ ഓതി. എന്നിട്ട് പറഞ്ഞു ഇജ്മാ ഹുജ്ജത്താണ്. എന്താണ് ഇജ്മാ എന്ന് പറഞ്ഞാൽ? സമ്പൂർണ്ണ മുജ്തഹിദുകൾ ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തിൽ, ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം സഹാബത്ത്, താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ, അഥവാ മദ്ഹബിന്റെ ഇമാമുകളൊക്കെ പിന്നെ ജീവിച്ചിരിപ്പുള്ള കാലത്തിൽ ഒരു വിഷയത്തിൽ, ഒരു കാലഘട്ടത്തിലുള്ള മുജ്തഹിദീങ്ങൾ എല്ലാവരും ഒരേ അഭിപ്രായം പറയുക, അതാണ് ഇജ്മാ എന്ന് പറഞ്ഞത്. ആ അഭിപ്രായം ഒരുപക്ഷെ ഖുർആനിലോ ഹദീസിലോ നമ്മൾക്ക് നോക്കിയിട്ട് കണ്ടില്ല എന്ന് തന്നെ വച്ചാലും ആ ഇജ്മാ തെളിവാണ്. എന്തുകൊണ്ട് തെളിവാണ്? ഷാഫി ഇമാമിനോട് ചോദിച്ചപ്പോൾ ഷാഫി ഇമാമ് 300 തവണ ഖുർആൻ ഓതി സൂറത്തുൻ നിസാഇന്റെ 115ാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ എന്ന ആയത്ത് ഓതിക്കൊടുക്കുകയാണ്. അപ്പൊ റസൂലിനെ ധിക്കരിക്കരുത്, മാത്രവുമല്ല വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീങ്ങൾ നടന്നു പോന്ന വഴി, മുഅ്മിനീങ്ങൾ നടന്നു പോകുന്ന വഴി. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളിൽ ഈ വിഷയം അഭിപ്രായം പറയാൻ ത്രാണിയുള്ള, അവകാശമുള്ള, അർഹതയുള്ള മുജ്തഹിദുകളുടെ വഴി. ആ വഴിയെ ഇത്തിബാ ചെയ്യണം എന്ന് തന്നെയാണ്, അതിനെ തഖ്ലീദ് ചെയ്യണം എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. തഖ്ലീദ് ഹറാമാണ്, തഖ്ലീദ് പാടില്ല, അത് ശിർക്കാണെന്ന് പോലും ഇവിടുത്തെ മുജാഹിദുകൾ എഴുതി വെച്ചു. നഊദു ബില്ലാഹ്, അത് ശിർക്കാണ്, തഖ്ലീദ് ശിർക്കാണ് എന്ന് പോലും എഴുതി വെച്ചിരിക്കുകയാണ് മുജാഹിദുകൾ.
എന്റെ മുന്നിൽ എന്റെ മേശപ്പുറത്ത് KP മുഹമ്മദ് മൗലവിയും AP അബ്ദുൽ ഖാദർ മൗലവിയും രണ്ടുപേരും മരിച്ചുപോയി. രണ്ടുപേരും മുജാഹിദുകളുടെ അപ്പോസ്തലന്മാരാണ്, കേരളത്തിലെ ആചാര്യന്മാരാണ്, അവസാന വാക്കുകളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഗ്രൂപ്പിനും അവർ രണ്ടുപേരെയും തള്ളി പറയാൻ പറ്റില്ല. അത് ഞങ്ങളെ ഗ്രൂപ്പിന്റെ ആളല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ പാടില്ല. എല്ലാവരും അംഗീകരിക്കുന്ന ഈ രണ്ടുപേരും സംയുക്തമായി എഴുതിയ തഖ്ലീദ് ഒരു പഠനം എന്ന ഈ പുസ്തകത്തിന്റെ വിവിധ പേജുകളിൽ തഖ്ലീദിനെ ശിർക്കിലേക്ക് നയിക്കുന്ന പ്രവർത്തനമായിട്ട് വിശദീകരിച്ചിരിക്കുകയാണ്. നഊദു ബില്ലാഹ്. പക്ഷേ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ സബീൽ അല്ലാത്തതിനെ പിൻപറ്റാൻ പാടില്ല, മറിച്ച് മുഅ്മിനീങ്ങളുടെ സബീലിനെ പിൻപറ്റണം. അപ്പൊ ഖുർആനും ഹദീസും മാത്രം പറഞ്ഞ് നിർത്തല്ല ചെയ്തത്, മുഅ്മിനീങ്ങളുടെ വഴിയെ പിൻപറ്റണം. അതാണ് ഇജ്മാഅ് എന്ന് ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നു. ആ ഷാഫിഈ ഇമാം പറഞ്ഞതിനെ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയും ചെയ്തു. മാത്രമല്ല ഖുർആൻ, ഹദീസ്, ഇജ്മാഅ് ഇത് മൂന്ന് മാത്രമല്ല, ഖിയാസ്. ഇപ്പൊ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നബിയുടെ മേൽ സലാത്ത് ചൊല്ലണം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത് നബിയെ? കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്. അപ്പോ നബി തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഖൂലു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെയും ആലി മുഹമ്മദിന്റെയും മേൽ നിങ്ങൾ സലാത്ത് ചെയ്യണേ. പക്ഷെ വഅലാ സഹാബത്തി മുഹമ്മദിൻ എന്ന് അവിടെ പറഞ്ഞില്ല. അപ്പൊ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അസ്ഹാബി മുഹമ്മദിൻ എന്നവിടെ ചേർക്കാൻ പറ്റുമോ? പറ്റൂലേ? സാധാരണ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ എന്ന് സുന്നികൾ പറയാറുണ്ട്, മുജാഹിദുകൾ പറയാറുണ്ട്, ജമാഅത്തുകാരൊക്കെ പറയാറുണ്ടല്ലോ. എന്റെ ചോദ്യം, ഈ വസഹ്ബിഹി എന്ന് നിങ്ങൾ കൂട്ടിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഹദീസിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ കഴിയോ? അതാണ് നമ്മൾ ഇമാമുമാർ പറഞ്ഞത്, തുലനം ചെയ്യണം, തുലനം ചെയ്യണം. ആല് പോലെ തന്നെയാണ് സ്വഹാബ്, ആലിന്റെ അതേ പദവിയിലാണ് സ്വഹാബും ഉള്ളത്. അപ്പൊ ആലിന്റെ മേൽ അനുബന്ധമായി നബിയുടെ മേലുള്ള സലാത്തിന്റെ അനുബന്ധമായി ആലിനെ ചേർത്തെങ്കിൽ തത്തുല്യം തന്നെയാണ് സ്വഹാബിമാരും. അതുകൊണ്ട് സ്വഹാബത്തിനെയും ശേഷം ചൊല്ലല് സുന്നത്താണ് എന്ന് നമ്മുടെ ഇമാമുമാർ പഠിപ്പിച്ചത് ഖിയാസ് എന്ന പ്രമാണത്തിന്റെ വെളിച്ചത്തിലാകുന്നു. മനസ്സിലായി? ഇനി വേറൊരു ഹദീസ്, അങ്ങനെ എത്ര ഹദീസ്, ചെറിയ ചെറിയ സിമ്പിളായ ഹദീസുകൾ നമുക്ക് പറയാൻ കഴിയും. ഇദാ വലഗൽ ഖൽബു ഫീ ഇനാഇ അഹദികും ഫൽ യുഗ്സിൽഹു സബ്അ മറാത്ത് ഇഹ്ദാഹുന്ന ബിത്തുറാബ് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നായ മൂന്തയിട്ടാൽ എവിടെ? നിങ്ങളുടെ പാത്രത്തിൽ നായ മൂന്തയിട്ടാൽ 7 തവണ കഴുകണം, 1 തവണ മണ്ണുകൊണ്ടായിരിക്കണം. ഇവിടെ മൂന്തയിടുന്ന വിഷയം മാത്രമാണ് ഹദീസിൽ വന്നത്. ഇനി അത് ചന്തിയാണ് ഇട്ടതെങ്കിലോ? ഒരു മനസ്സിലായില്ല നമുക്ക്? മൂന്തയിട്ട വിഷയമാണ് ഹദീസിൽ പറഞ്ഞത്. ഇനി ചന്തിയാണ് ഇട്ടതെങ്കിലോ? അത് ഹദീസിൽ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ അതിന്റെ വിധി എന്താണ്? അതിനാണ് ഖിയാസ്. മൂന്ത പോലെയാണ് ചന്തി. ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, മൂന്ത പോലെയാണ് ചന്തി. മുജാഹിദ് എന്ത് പറയും? സഹീഹ് ഹദീസിലുണ്ടോ ചന്തിയിട്ടാൽ 7 തവണ കഴുകണമെന്ന് സഹീഹായ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കുന്ന മുജാഹിദ് ഈ ചോദ്യത്തിന് എന്ത് മറുപടി പറയും? അതൊക്കെ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളല്ലേ, അതിൽ അങ്ങനെയൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ ആകൊരു ഈ ഇസ്തിഗാസയും തവസ്സുലും അതുപോലെ തന്നെ തബറുക്കും സുബീക്കുള്ള കുനൂത്തും മരിച്ചോടത്തുള്ള ഓത്തും ഇങ്ങനെയുള്ള 5-6 വിഷയത്തിൽ മാത്രം മതിയോ സഹീഹ് ഹദീസ്? ഇസ്ലാമിന്റെ ലക്ഷമായ എല്ലാ വിഷയത്തിലും ഇസ്ലാമിന് തെളിവ് വേണ്ടേ? നിങ്ങളൊരു 5-6 കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് സഹീഹ് ഹദീസും ബാക്കിയുള്ള വിഷയത്തിലൊക്കെ മദ്ഹബിന്റെ ഇമാമിങ്ങളെ കിതാബും. ഇതാണ് ഈ ഇരട്ടത്താപ്പ് നയം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുർആൻ, ഹദീസ്, ഇജ്മാഅ്, ഖിയാസ്, ഈ ഖിയാസ് തെളിവാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് മഹാനായ ഇമാം ബൈദാവി റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഖുർആനിലെ ഫഅ്തബിറു യാ ഉലിൽ അബ്സാർ, ബുദ്ധിയുള്ള ആളുകളെ നിങ്ങൾ ഇഅ്തിബാർ ചെയ്യണേ, അതിന് പാഠം ഉൾക്കൊള്ളണേ എന്ന അർത്ഥം മാത്രമല്ല ഉള്ളത്. അതിന് നിങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ട് മതവിധി കണ്ടെത്തണേ എന്നും അതിന് അർത്ഥമുണ്ട്. വസ്തുദില്ല ബിഹി അലാ അന്നൽ ഖിയാസ ഹുജ്ജത്തുൻ, ഈ ആയത്ത് കൊണ്ട് ഖിയാസ് ഇസ്ലാമിലെ പ്രമാണമാണ് എന്ന് തെളിവ് പറയപ്പെട്ടിരിക്കുന്നു എന്ന് ഇമാം ബൈദാവി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അപ്പൊ ഖുർആൻ, ഹദീസ്, ഇജ്മാഅ്, ഖിയാസ്, ഈ 4 വെച്ചുകൊണ്ട് നമുക്ക് മതവിധി പറയാൻ പറ്റുമോ? നമ്മളിത് പറഞ്ഞാൽ 8ഉം 8ഉം തിരിയാത്ത ആളുകൾ, ആളുകൾക്ക് മതവിധി പറയാൻ പറ്റും? ഒരു ചുക്കും പഠിച്ചാത്ത 5ാം ക്ലാസ് മദ്രസയിൽ തന്നെ പോയെങ്കിൽ പോയി എന്ന് പറയുന്ന ആൾക്കാർ, എന്നിട്ട് പിന്നെ ഞാൻ എന്റെ കാര്യം പറയുന്നത്, അല്ലാതെ എന്റെ ശ്രോതാക്കളെ വിമർശിക്കല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തെ ആക്ഷേപിക്കല്ല. എന്നിട്ട് വല്ല ഓട്ടോറിക്ഷമലോ അല്ലെങ്കിൽ വല്ല കൈക്കോട്ട് എടുത്തിട്ട് കൈക്കോട്ട് കളക്കാനോ, അല്ലെങ്കിൽ വല്ല കമ്പ്യൂട്ടർ പഠിക്കാനോ, അതല്ലെങ്കിൽ വല്ല ഡിഗ്രി പഠിക്കാനോ SLC പഠിക്കാനോ
ഇതിനൊക്കെ സമയം നീക്കിവെച്ച ഒരു മനുഷ്യൻ ഖുർആനും ഹദീസും അതുപോലെ തന്നെ മദ്ഹബിന്റെ കിതാബുകളും ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ എങ്ങനെ കണ്ടെത്തണം എന്നുള്ള നിയമാവലികളും ഉസൂലും ഫുറൂഉം ഇതൊന്നും തന്നെ പഠിക്കാനോ അതൊന്ന് ചിന്തിക്കാനോ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പോലും സമയം വിനിയോഗിക്കാതെ അവൻ അവന്റെ ദുനിയാവിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുത്തൻ പിന്നെ ഏതോ ഒരു മൗലവിയുടെ സീഡിയും കേട്ടിട്ട് പിന്നെ അങ്ങനെ വളമ്പാണ്. അവിടെ ഷാഫി ഇമാം പറഞ്ഞതല്ല വേണ്ടത്, അല്ലെങ്കിൽ നബി ഇമാം പറഞ്ഞതല്ല വേണ്ടത്, അല്ലെങ്കിൽ ഇബ്നുൽ ഹൈത്തമി പറഞ്ഞതല്ല വേണ്ടത്, അവിടെ വേണ്ടത് ഇങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത് സഹിഹ് ഹദീസ് എന്ന് പറഞ്ഞു കാണ്ടുള്ള ഈ പുകമറയുണ്ടല്ലോ, പുകയിടുന്ന പരിപാടി, ആ പരിപാടി വളരെ അപകടം പിടിച്ചതാണ്. എന്തുകൊണ്ടെന്നാൽ ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസ് പ്രമാണമാകുന്നത് ആർക്കാണത് പ്രമാണമാകുന്നത്? അത് പ്രമാണമാകുന്നവർ ഉലമാക്കളാണ്. പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അവരൊരുപാട് തെറ്റുപറ്റിയവരാണ് എന്നുള്ള വളരെ മോശമായ രൂപത്തിലുള്ള പ്രചാരണമാണെന്ന് മുജാഹിദുകൾക്ക് അവരുടെ അനുയായികൾക്കിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സാധാരണക്കാരിത് കേൾക്കുമ്പോ പണ്ഡിതന്മാരൊക്കെ മോശം. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പണ്ഡിതന്മാരെന്നല്ല, ഈ കിതാബുകൾ എഴുതി വെച്ച മുൻകാല പണ്ഡിതന്മാർ അവരെ സംബന്ധിച്ച് ഇവരെന്ന് പറയുന്നത് എന്താണ്? സൂറത്തു തൗബയുടെ ഒരു ആയത്ത് പോലും ഇവർ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. എന്താണ്? ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ യഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ് എന്ന ആശയം കുറിക്കുന്ന ആയത്ത്. അഥവാ പണ്ഡിതന്മാരെന്ന് പറയുന്നത് ജനങ്ങളുടെ മുതലിനെ അകാരണമായി ഭുജിക്കുന്നവരാണെന്നും ജനങ്ങളെ സന്മാർഗത്തിന് തൊട്ട് തടയുന്നവരാണ് എന്നും നഊദുബില്ലാഹ്. ഇത് ഈ ഉമ്മത്തിന്റെ ഉലമാഇനെ സംബന്ധിച്ച് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മദ്ഹബ് വിരോധികൾ. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ സഹോദരന്മാർ, ഇത് ജൂതന്മാരിൽപ്പെട്ട അഹ്ബാറിനെ സംബന്ധിച്ചും ക്രൈസ്തവരിൽപ്പെട്ട റുഹ്ബാനെ സംബന്ധിച്ചും പറഞ്ഞ ആ ആയത്തിനെ ഈ ഉമ്മത്തിന്റെ ഉലമായിലേക്ക് ചാർത്തുക എന്നുള്ള ഏറ്റവും അപകടകരമായ, ഏറ്റവും മോശമായ, ഏറ്റവും വലിയ അബദ്ധജടിലമായ ആ ഒരു പ്രസ്താവനയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ഉദ്ധരണി മാത്രം വഹിക്കേണ്ട സമയം വളരെ കുറവാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് 5-8 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. قال أبو حاتم رضي الله تعالى عنه في هذا الحديث بيان واضح أن العلماء الذين لهم الفضل الذي ذكرناهم الذين يعلمون علم النبي صلى الله عليه وسلم دون غيره من سائر العلوم ألا تراه يقول العلماء ورثة الأنبياء والأنبياء لم يورثوا إلا العلم وعلم نبينا صلى الله عليه وسلم سنته فمن تعرى عن معرفتها لم يكن من ورثة الأنبياء. അമ്പിയാക്കളുടെ അനന്തരഗാമികളാണ് ഉലമാക്കൾ. അവർക്കാണ് റസൂലുള്ളാഹിന്റെ ഇൽമ അറിയുക. അതുകൊണ്ട് ഉലമാക്കളാണ് ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസിനെ മുന്നിൽ വെച്ചുകൊണ്ട് മസ്അലകൾ പറയേണ്ടത്. അങ്ങനെ മസ്അലകൾ പറയാൻ കഴിവുള്ള ആളുകളെ സംബന്ധിച്ചാണ് മുജ്തഹിദുകൾ എന്ന് പറയുക. ആ മുജ്തഹിദുകൾക്ക് അഥവാ ഗവേഷണപ്പെടുക്കളായ ആളുകൾ അവർക്കത് അങ്ങനെ ഇജ്തിഹാദ് അവർക്ക് വലം യജഅലില്ലാഹു ലിഅഹദിൻ ബഅദ റസൂലില്ലാഹി യഖൂൽ ഇല്ലാ മിൻ ജിഹത്തി ഇൽമിൻ മദാ ഖബലഹു. ഇമാം ശാഫിഈ തങ്ങൾ അവിടുത്തെ റിസാലയിൽ പറയുകയാണ്, ഒരു അല്ലാഹുവിന്റെ റസൂലിന് ശേഷം ഒരാൾക്കും ദീനിൽ ഒരു മതവിധി പറയാൻ സാധ്യമല്ല ഇല്ലാ മിൻ ജിഹത്തി ഇൽമിൻ, അറിവുണ്ടായതിനു ശേഷമല്ലാതെ. വജിഹത്തുൽ ഇൽമി ബഅദൽ കിതാബ് വജിഹത്തുൽ ഇൽമ്, അല്ലേ? ഇൽമിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിതാബ് വ സുന്നത്ത് വൽ ഇജ്മാ വൽ ആസാർ. ഖുർആൻ, ഹദീസ്, ഇജ്മാ, അതുപോലെ തന്നെ മുൻഗാമികളുടെ അസറുകൾ, അതുപോലെ തന്നെ ഖിയാസാക്കിക്കൊണ്ട് മസ്അലകൾ കണ്ടെത്താനുള്ള യോഗ്യത. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, വലാ യഖീസു ഇല്ലാ മൻ ജമഅൽ ആദത്തല്ലതി ലഹുൽ ഖിയാസു ബിഹാ. ഗവേഷണം ചെയ്യാൻ യോഗ്യത ഉള്ള ആളുകൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ. എന്തൊക്കെയാണ് യോഗ്യത? വഹിയൽ ഇൽമു ബി അഹ്കാമി കിതാബില്ലാഹി വ ഫർദിഹി വ അദബിഹി വ നാസിഖിഹി വ മൻസൂഖിഹി വ ആമിഹി വ ഖാസിഹി വ ഇർഷാദിഹി. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ ഹുക്മുകൾ, അവിടെയുള്ള ഫർദുകൾ, അതിന്റെ അദബുകൾ, അതിന്റെ നാസിഖുകൾ, മൻസൂഖുകൾ, പൊതുവായത്, സവിശേഷമായത്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുള്ളതൊക്കെ അറിഞ്ഞ ആളുകൾക്കേ മുജ്തഹിദാവാൻ പറ്റുള്ളൂ. ഖുർആൻ മാത്രം അവലംബിച്ചാൽ പോരാ, നബിയുടെ സുന്നത്ത് അവലംബിക്കണം. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ഇജ്മാ അവലംബിക്കണം. മുസ്ലിമീങ്ങളുടെ ഇജ്മാ അവലംബിക്കണം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ പറയാണ്, വലാ യകൂനു ലിഅഹദിൻ അൻ യഖീസ ഹത്താ യകൂന ആലിമൻ ബിമാ മദാ ഖബലഹു മിന സുനനി വ അഖാവീരി സലഫ്. നബിചര്യ മനസ്സിലാക്കണം, മുൻഗാമികളുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കണം. ഇജ്മാഉൻ നാസി വഖ്തിലാഫിഹിം ജനം, അതുപോലെ തന്നെ മുൻഗാമികളുടെ ഇജ്മാ ആയ ഏകോപിച്ച വീക്ഷണങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങൾ മനസ്സിലാക്കണം. വലിസാനുൽ അറബി, അറബി ഭാഷ മനസ്സിലാക്കണം. ഇന്നിപ്പോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ മൗലവിയാക്കളായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അറബി ഭാഷയിലൊന്ന് അർത്ഥം വെച്ചാന്ന് പറഞ്ഞാൽ എനിക്ക് അർത്ഥം പറ്റുന്നില്ല. ഇന്ന് ഞാനും എൻ്റെ ഒരു സുഹൃത്തും വാട്സപ്പിൽ നടത്തിയ ഒരു ചർച്ചയിൽ ഒരു മൗലവി സംസാരിക്കാൻ വേണ്ടി വന്നിരുന്നു.
അദ്ദേഹവും ഞങ്ങളും തമ്മിലെ തർക്കം എന്തായിരുന്നു വെച്ചാൽ, നേവി ഇമാമ് റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയിട്ട് ശഫാഅത്ത് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇമാം നേവി ശറഉൽ മുഅദ്ദബിൽ പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ് ഇന്നി ജിഅ്തുക മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, അല്ലാഹുവിന്റെ റസൂലെ ഞാൻ അങ്ങയുടെ അടുക്കൽ വന്നത് റബ്ബിലേക്ക് അങ്ങയോട് ശുപാർശ ചോദിക്കാൻ വേണ്ടിയാണ്. ഇത് ഇമാം നേവി തങ്ങൾ ശറഉൽ മുഅദ്ദബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ വായിച്ചു കൊടുത്തപ്പോ അയാൾ ആ ഇബാറത്തൊന്ന് വായിച്ച അർത്ഥം വെക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ ഇബാറത്ത് വായിക്കൂ, എന്നിട്ട് അതിന്റെ ഭാഷാപരമായിട്ട് അർത്ഥം വെക്കൂ. ഇനി അങ്ങനെ ഇമാം നേവി തങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നാണെങ്കിൽ ഭാഷാപരമായിട്ട് എന്താണ് അതിന്റെ അർത്ഥമെന്ന് വിശദീകരിക്കൂ. ഇനി അർത്ഥം വിശദീകരിച്ചുകൊണ്ട് അങ്ങനെ തന്നെയാണെങ്കിലും അതിന് ഇമാം നേവി പറയാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾക്ക് വാദിക്കണമെന്നുണ്ടെങ്കിൽ ദീനിന്റെ മറ്റൊരു പ്രമാണം കൊണ്ട് അതിലൊരു ഖണ്ഡനം കൊണ്ടുവരൂ. ഇതെത്ര നിരന്തരമായി ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ടും അയാൾക്കത് പറയാൻ സാധിക്കുന്നില്ല. ഉരുണ്ടു മറിയുകയാണ്. ഈ രൂപത്തിലാകുന്ന ആളുകളൊന്നും മുജ്തഹിദുകളാകൂല. ലൈസലി ഇമാം ഷാഫിഈ തങ്ങൾ അർജിസാലിയിൽ പറയുകയാണ്, ലൈസലി അഹദിൻ അബദൻ യഖൂല ഫീ ഷൈഇൻ ഹല്ലാ വലാ ഹറമ ഇല്ലാ മിൻ ജിഹത്തിൽ ഇൽമി വജിഹത്തുൽ ഇൽമി അൽ ഖുബ്റു ഫിൽ കിതാബി വസുന്നത്തി വൽ ഇജ്മാഇ വൽ ഖിയാസ്. ഒരു കാര്യത്തെപ്പറ്റി അനുവദനീയമെന്നോ നിഷിദ്ധമെന്നോ പറയാൻ അറിവില്ലാത്ത ഒരാൾക്കും തന്നെ സാധ്യമല്ല. അറിവെന്ന് പറഞ്ഞാൽ എന്താണ്? സമഗ്രമായ ജ്ഞാനമാണ്. എന്തിലൊക്കെ? ഖുർആനിലും സുന്നത്തിലും ഇജ്മാഇലും ഖിയാസിലുമുള്ള വലിസാനിൽ അറബി സാഹിത്യത്തിൽ സമഗ്രമായ അറിവ് വേണം. ഇതൊന്നും പഠിക്കാതെ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കുക. ഏതാനും പരിഭാഷ മൗലവിന്റെ പ്രസംഗവും കേട്ടാൽ മുജ്തഹിദായി മാറി എന്നുള്ള തെറ്റിദ്ധാരണയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് പല ആളുകളും വെച്ചു പുലർത്തുന്നത്. എത്രമാത്രം അപകടമാണത്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എസ്സടിച്ചാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കട്ടെ. സുഹൃത്തുക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ജാഫർ മണ്ണീർ എസ്സടിച്ചു, ബിൻ ഹൈദർ അടിച്ചു, അതുപോലെയുള്ള ഒരുപാട് ആളുകൾ, ബിസ്മില്ലാഹി, അങ്ങനെ ഒരുപാട് ആളുകൾ. അപ്പൊ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? ഇങ്ങനെ സമഗ്രം എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ നിർവചനത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. പക്ഷേ അതെങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ളതിന് ഞാനൊരു സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മളൊക്കെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ ക്ലാസ് റൂമിൽ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ ക്ലാസ് റൂമിൽ ഇപ്പോ ഒറ്റയ്ക്കൊരു റൂമിൽ ഇരുന്നിട്ട് ഇവിടെ ഒരു ഫാൻ ഉണ്ട്, ഒരു ബൾബ് ഉണ്ട്, കുറെ കിതാബുകൾ ഇപ്പുറത്തുണ്ട്, അവിടെ സ്വിച്ച് ബോർഡ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു അരമണിക്കൂർ ക്ലാസ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഉറങ്ങാൻ പോകും. അങ്ങനെ ഞാൻ നാളെ സുബഹിക്ക് നിങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. കുറച്ച് ക്ലാസ് കേട്ടിട്ട് പിന്നെ നിങ്ങൾ ഉറങ്ങാണ്, പിന്നെ നിങ്ങൾ നാളെ പണിക്ക് പോവുകയാണ്, ജോലിക്ക് പോവുകയാണ്, ഓഫീസിക്ക് പോവുകയാണ്. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആലയുടെ ചരിത്രം നിങ്ങൾ നോക്കൂ. 2ാമത്തെ വയസ്സിൽ ഉമ്മ മക്കയിലേക്ക് കൊണ്ടുവാക്കുന്നു. 5 അല്ലെങ്കിൽ 7ാമത്തെ വയസ്സിൽ ഖുർആൻ ഹൃദിസ്ഥമാക്കുന്നു. 10ാമത്തെ വയസ്സിൽ അന്നത്തെ ഏറ്റവും ബൃഹത്തായ ഹദീസ് ഗ്രന്ഥമായ ഇമാം മാലിക് തങ്ങളുടെ മുവത്ത കാണാതെ പഠിക്കുന്നു. എന്നിട്ട് ആ മുവത്ത ഉണ്ടാക്കിയ, അത് രചിച്ച, ക്രോഡീകരിച്ച മാലിക് ബിൻ അസ്റഫ് റിബാന്റെ അടുക്കലേക്ക് മദീനയിലേക്ക് കിതാബ് ഓതാൻ പോകുന്നു. ഒരു മൂലയിലിരിക്കുന്ന ഇമാം ഷാഫിഈ തങ്ങൾ മാലിക് ബിൻ അനസിനെ സമീപിക്കുന്നു. മാലിക് ബിൻ അനസ് അവിടെ ഓതിക്കൊടുക്കുന്ന കിതാബുൽ മുവത്ത ഓതുന്നതിന് മുമ്പ് തന്നെ കാണാതെ സനദ് സഹിതം വായിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ എത്ര സെക്കൻഡുകളുണ്ടോ അത്രയും സെക്കൻഡുകൾ ഇൽമിനും ദീനിനും വേണ്ടി ഉഴിഞ്ഞാണ് വെക്കണം. അപ്പോഴേ എന്താവുള്ളൂ. മാത്രമല്ല ഹത്തായിക്കൂന സഹീഹൽ അഖ്ലീന, കുശാഗ്രമായ ബുദ്ധിയുടെ ഉടമയായിരിക്കണം. ഇമാം ഷാഫിഈ തങ്ങൾ റിസാലയിൽ പറയുന്നുണ്ട്. ഇതെല്ലാം സമ്മേളിച്ച ആളുകളെ മുജ്തഹിദാവുകയുള്ളൂ. മുജ്തഹിദ് അങ്ങനെയുള്ള ആളുകളാണ് ഷാഫി ഇമാമിനെ പോലുള്ള, അബൂ ഹനീഫ ഇമാമിനെ പോലുള്ള, മാലിക് ബിൻ അനസ് റളിയല്ലാഹു പോലുള്ള, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആലയെ പോലുള്ള ലക്ഷക്കണക്കിന് ഹദീസുകൾ സനദ് സഹിതം ഹൃദിസ്ഥമാക്കിയ, അതുവരെ 1-2 നൂറ്റാണ്ടിലുള്ള മുഴുവൻ ഇമാമുമാരുടെയും അഭിപ്രായങ്ങളുടെ ഏകോപനങ്ങളും വിഭിന്നങ്ങളും എല്ലാം സമഗ്രമായി പഠിച്ച് അറബി ഭാഷയെ അതിന്റെ മൂലസ്രോതസ്സിൽ ചെന്ന് പഠിച്ചെടുത്ത് ഇങ്ങനെയൊക്കെ ജീവിതത്തിന്റെ മുഴുവൻ സെക്കൻഡുകളും അതിനുവേണ്ടി ചെലവാക്കിയ. അതേസമയം നമ്മളവസ്ഥ എന്താണ്? നമ്മളവസ്ഥ നിങ്ങൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. ഇപ്പൊ മിനിഞ്ഞാണ് ഐഡിയയിൽ നിന്ന് എനിക്കൊരു ഓഫർ വിളിച്ച് പറയാണ്. എന്താണ്? 1599 രൂപയുടെ ഒരു ഓഫർ ഒരു ഐഡിയ ഓഫീസിൽ നിന്ന് എനിക്ക് വിളിച്ച് പറയാണ്. എന്തൊക്കെയാണ് അതിൽ? 1599 മാസത്തിൽ അടച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് റെന്റ് അടക്കുകയാണെങ്കിൽ 10,000 മിനിറ്റ് എനിക്ക് വിളിക്കാം, 10,000 മിനിറ്റ് എനിക്ക് കോൾ ചെയ്യാം. ഒന്ന്. രണ്ടാമതായിട്ട് 8 GB വരെ ഇന്റർനെറ്റ് ഉപയോഗിക്കാം മൊബൈലിൽ. ഇത്രമാത്രം വലിയ ഓഫറുകൾ പറയാണ്. അപ്പൊ ഞാൻ ആ വിളിച്ച ആളോട് പറഞ്ഞു, ഈ 10,000 മിനിറ്റ് വിളിച്ച് തീർക്കണ്ടേ? 10,000 മിനിറ്റുകൾ ഓഫർ തന്നെ എനിക്കത് വിളിച്ച് തീർക്കണ്ടേ?
എത്ര മണിക്കൂർ ഞാൻ ഓരോ ദിവസവും എത്ര മണിക്കൂർ ഞാൻ വിളിക്കാനായിട്ട് എനിക്ക് കയ്യിലുകൂടണ്ടേ. അപ്പൊ ഒരു മുസ്ലിമായ ഒരാളാണ് വിളിക്കുന്നത്. ഞാൻ അയാളോട് പറഞ്ഞു, സുഹൃത്തെ, നമുക്കൊക്കെ നിസ്കരിക്കണ്ടേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ടേ, ഈ ഇങ്ങനെ മൊബൈൽ ചോട്ടിലും വെച്ചുകൊണ്ട് വിളിച്ച് നടന്നാൽ മതിയോ? അപ്പൊ നമുക്ക് ലഭിക്കുന്ന ഓഫറുകളൊക്കെ നമ്മുടെ സമയം കൊല്ലുന്ന ദുന്യവിയായ കാര്യങ്ങളാണ്. ഇങ്ങനെ ദുന്യവിയായ കാര്യങ്ങളിൽ നമ്മുടെ സമയങ്ങളങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ, ജോലി പ്രശ്നങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ, തിരുമ്പാനും കുളിക്കാനും കിടന്നുറങ്ങാനും, ഇങ്ങനെ 24 മണിക്കൂറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓഹരി വെച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മളും 24 മണിക്കൂറും ദീനിന്റെ മാർഗത്തിൽ മാത്രം തലച്ചോറും മസ്തിഷ്കവും ശരീരവും മജ്ജയും മാംസവും തിരിച്ചുവിട്ട ഇമാം ഷാഫിഈയും ഒരുപോലെയാണോ? ആണോ? ആണ് എന്ന് തന്റേടമില്ലാതെ പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ടുന്ന ഒരു ചോദ്യമാണിൻ്റെത്. ഇത്രമാത്രം. അപ്പൊ അങ്ങനെയുള്ള മദ്ഹബിന്റെ അങ്ങനെയുള്ള ഇമാമുമാരാണ് മുജ്തഹിദീങ്ങൾ, ഗവേഷണ യോഗ്യരായ ആളുകൾ. അവർ ഖുർആനിലും ഹദീസിലും ഇജ്മാഇലും വ്യക്തമാവാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അവർ ഈ സമഗ്രമായ വിജ്ഞാനത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് കുശാഗ്രമായ ബുദ്ധിയിലൂടെ അവർ ആവിഷ്കരിച്ചെടുത്ത ഉസൂലിലൂടെ, പ്രമാണങ്ങൾ മാത്രം മുന്നിൽ വെച്ചാൽ പോരാ. ഒരു ഗവേഷകന്, ഒരു മുജ്തഹിദിന് മുജ്തഹിദാവാൻ ഖുർആന്റെ മുഴുവൻ ആയത്തുകളും മുഴുവൻ ഹദീസുകളും, ഇപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ 10 ലക്ഷം ഹദീസ് ഹൃദയസ്ഥമാക്കിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോ മുഴുവൻ ആയത്തുകളും മുഴുവൻ ഹദീസുകളും തന്നെ മുന്നിലുണ്ടായത് കൊണ്ട് മാത്രം ഒരാൾ മുജ്തഹിദാവൂല. ഇത് ശരിക്കും ശ്രദ്ധിക്കണം. ഒരാൾ മുജ്തഹിദാവണം എന്നുണ്ടെങ്കിൽ എല്ലാ അള്ളാഹുവിന്റെ മുഴുവൻ ഖുർആന്റെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മുഴുവൻ വാക്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ച മുഴുവൻ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനാനുവാദം നൽകിയ എല്ലാ കാര്യങ്ങളും തുറന്ന പുസ്തകമായിട്ട് തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് ഒരാൾ മുജ്തഹിദാവൂല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ ഒരു കുട്ടി മുജ്തഹിദാവാൻ യോഗ്യനാവും. കാരണം എന്റെ മുന്നിൽ മക്തബത്ത് ഷാമിലയുണ്ട്, അതുപോലെ ഇന്റർനെറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമുണ്ട്. ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഇപ്പൊ എന്റെ മുമ്പിൽ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓപ്പൺ ആക്കുന്ന ഒരു ബട്ടൺ മതി. പക്ഷേ ഞാൻ മുജ്തഹിദാണോ? പോട്ടെ, ഒരു ചെറിയ ഒരു നാടൻ പണ്ഡിതനാണോ? ആകുന്നില്ല. എന്താ കാരണം? അപ്പൊ കുറേ തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ മിന്നിമറഞ്ഞതുകൊണ്ട് ഒരാൾ മുജ്തഹിദാകൂല, ഒരാൾ മതവിധി പറയാൻ യോഗ്യനാകൂല. അത് വ്യാഖ്യാനിക്കുവാനുള്ള മാനദണ്ഡങ്ങളെ നിശ്ചയിക്കാൻ കൂടി അയാൾക്ക് കഴിയണം. അഖീമുസ്സലാത്താണ് ഖുർആനിൽ കണ്ടാൽ എന്താണ് അതിന്റെ അർത്ഥം? നിസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണെന്നാണോ അതിന്റെ അർത്ഥം? നിസ്കാരം കൃത്യമായി നിർവഹിക്കൽ സുന്നത്താണ് എന്നാണോ അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? അവിടെ അതിന്റെ അർത്ഥം എന്താണ്, എങ്ങനെയാണത് വ്യാഖ്യാനിക്കേണ്ടത് എന്നുള്ളതിന് മാനദണ്ഡം നിശ്ചയിക്കണം. അതിനാണ് തഅ്സീസുൽ ഖവാഇദ് എന്ന് പറയുക. ഖാഇദകളെ സ്ഥാപിക്കുവാനുള്ള മാനദണ്ഡങ്ങളെ സ്ഥാപിക്കുവാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. ആ യോഗ്യതയും കൂടി ഒരുമിച്ച് കൂടുമ്പോഴാണ് മുജ്തഹിദാവുക. അങ്ങനെയുള്ള ആ മുജ്തഹിദ് കാണിച്ചു കൊടുക്കുന്ന ഉസൂല്, ആ മുജ്തഹിദ് നിശ്ചയിച്ച അടിസ്ഥാന മാനദണ്ഡങ്ങളും വെച്ചുകൊണ്ട് ഖുർആനും ഹദീസിനെയും വ്യാഖ്യാനിച്ച് കണ്ടെത്തുന്ന മതവിധികളാണ് മദ്ഹബ് എന്ന് പറയുന്നത്. അപ്പൊ ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാം പറഞ്ഞത് മാത്രം എന്നല്ല, ഷാഫി ഇമാം പറഞ്ഞതും ഷാഫി ഇമാം വരച്ചു കൊടുത്ത മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ആയിരക്കണക്കായ ശിഷ്യഗണങ്ങൾ അവരെല്ലാവരും പറഞ്ഞതൊക്കെ ഷാഫി മദ്ഹബാണ്. ഇവിടെ മുജാഹിദുകൾ പറയാൻ നിങ്ങൾ ഷാഫി മദ്ഹബുകാരാണ്, ഷാഫി ഇമാം അങ്ങനെ ഇങ്ങനെയെന്ന് പറയാറുണ്ടല്ലോ. ഷാഫി ഇമാം പറഞ്ഞത് മാത്രമല്ല ഷാഫി മദ്ഹബ്. അൽ മദ്ഹബ് ഷാഫി എന്ന് പറഞ്ഞാൽ മാ ദഹബ ഇലൈഹി ശാഫിഈ വ സ്വഹാബുഹൂന. ഷാഫി ഇമാമിന്റെ അനുചരന്മാരും എന്തൊരു വീക്ഷണമാണോ പുലർത്തിയതെങ്കിൽ അതെല്ലാം ഷാഫിഈ മദ്ഹബാണ്. അതെങ്ങനെയാണ് ഷാഫിഈ മദ്ഹബാകുന്നത്? ആ അനുചരന്മാരെ എങ്ങനെയാണ് ഷാഫി മദ്ഹബിന്റെ വൃത്തത്തിൽ ഒരുമിച്ച് കൂട്ടിയ ഘടകം എന്താണ്? അത് ഷാഫി ഇമാം വരച്ചു കൊടുത്ത മാനദണ്ഡം ആണ്. അതൊക്കെ കൂടുതൽ വിശദമായി പറയേണ്ട കാര്യമാണ്. പക്ഷെ ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഒറ്റ പോയിന്റ് കൂടി പറയട്ടെ. എങ്ങനെയാണ് മദ്ഹബുകൾ തമ്മിൽ പല വിഷയത്തിലും പല അഭിപ്രായങ്ങൾ പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ വുദൂഇൽ തല തടവുക എന്നുള്ളത് ഷാഫി ഇമാം പറയുന്നത് എന്താണ്? വുദൂഇൽ തല തടവുക, തല മുഴുവൻ തടവൽ സുന്നത്തേ ഉള്ളൂ, അല്പം തടഞ്ഞാൽ തന്നെ ഫർദ് വീടി. എന്നാൽ അബൂ ഹനീഫ ഇമാം പറയുന്നത് തലയുടെ 4-1 തടവണം, അഥവാ മൂർധാവിന്റെ ഭാഗം കംപ്ലീറ്റ് തടവണം എന്നാണ്. മറ്റു ചില മദ്ഹബുകൾ തല മുഴുവൻ തടവണം എന്നാണ്. ഇവിടെ ഒരു കൂട്ടർക്ക് ഹദീസ് കിട്ടി, മറ്റേ കൂട്ടർക്ക് ഹദീസ് കിട്ടിയില്ല എന്നല്ല. എല്ലാവർക്കും എല്ലാ തെളിവും ഓൾറെഡി മുന്നിലുണ്ട്. പക്ഷെ അതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് വരുന്ന അഭിപ്രായ ഭിന്നതയിലാണ് വ്യത്യസ്ത വീക്ഷണങ്ങളുള്ളത്.
എന്നതുപോലെ ഇങ്ങനെ വ്യത്യസ്ത വീക്ഷണം ഉണ്ടാകുന്നതോ വ്യത്യസ്ത വീക്ഷണം ഉണ്ടാകണമെന്നാണ് അല്ലാഹുവിന്റെ നിയമം. സ്പഷ്ടമായി വിശദീകരിക്കാത്ത പ്രമാണങ്ങളെ വ്യത്യസ്ത വീക്ഷണങ്ങളിലൂടെ മതവിധിയായിട്ട് കാണണം എന്ന് തന്നെയാണ് അല്ലാഹുവിന്റെയും റസൂലിന്റെയും താല്പര്യം. അത് തന്നെയാണ് മദ്ഹബിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അല്ലാതെ മദ്ഹബൊന്നും വേറെ എന്നുള്ളതല്ല. എന്തുകൊണ്ട് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം സ്വഹാബത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ ഖുറൈളക്കാരുമായിട്ട് യുദ്ധത്തിന് വേണ്ടി സ്വഹാബിമാരെ പറഞ്ഞയച്ചപ്പോൾ പറഞ്ഞ എന്താണ്? നിങ്ങൾ അവിടെ എത്താതെ നിസ്കരിക്കരുത് എന്നാണ്. അവിടെ എത്താതെ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ നിസ്കാരത്തിന്റെ സമയം ഖദാ ആവാനായിട്ടുണ്ട്, അവിടെ എത്തിയിട്ടും ഇല്ല. അപ്പോൾ സ്വഹാബിമാർ രണ്ട് ചേരിയായി. ഒരു കൂട്ടർ പറഞ്ഞു റസൂല പറഞ്ഞത് അവിടെ എത്താതെ നിസ്കരിക്കരുത് എന്നല്ലേ, അതുകൊണ്ട് അവിടെ എത്താതെ നിസ്കരിക്കൂല, നിസ്കാരം ഖദാ ആയിക്കോട്ടെ. മറ്റേ കൂട്ടർ പറഞ്ഞത് അവിടെ എത്താതെ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം വളരെ നമ്മൾ മറ്റുള്ള വിശ്രമത്തിലോ മറ്റുള്ളതിലോ ഇടപെടാൻ പാടില്ല, വേഗത്തിൽ അവിടെ എത്തണമെന്നേ ഉള്ളൂ, അല്ലാതെ നിസ്കാരം ഖദാ ആക്കാൻ പറ്റും എന്നതിനർത്ഥം ഇല്ല. ഇങ്ങനെ രണ്ടായിട്ട് ഒരേ ഹദീസിനെ തന്നെ രണ്ട് വിഭാഗം സ്വഹാബിമാർ രണ്ടായിട്ട് വ്യാഖ്യാനിക്കുകയും അങ്ങനെ ഖദാ ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ വഴിയിൽ വെച്ച് നിസ്കരിക്കുകയും ഖദാ ആക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ അവിടെ എത്തിയതിനു ശേഷം നിസ്കരിക്കുകയും ചെയ്തു. ഇവിടെ ഒരു കൂട്ടരുടെ അടുക്കൽ മറ്റേ കൂട്ടർ ചെയ്തത് തെറ്റാണ്, മറ്റേ കൂട്ടരുടെ അടുക്കൽ ഈ കൂട്ടർ ചെയ്തത് തെറ്റാണ്. ഒരു കൂട്ടരുടെ അടുക്കൽ നിസ്കാരം ഖദാ ആക്കൽ നിർബന്ധമാണ്, മറ്റേ കൂട്ടരുടെ അടുക്കൽ നിസ്കാരം ഖദാ ആക്കൽ ഹറാമാണ്. പക്ഷേ ഈ രണ്ടു കൂട്ടരും പിന്നീട് മദീനയിലേക്ക് തിരിച്ചു വന്നു. ഈ വിഷയങ്ങളെല്ലാം റസൂലുള്ളാഹിനോട് അവതരിപ്പിച്ചു. ഫമാ അന്ന ഫവാഹിദൻ മിനൽ ഫരീഖൈനി. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ രണ്ട് വിഭാഗത്തെയും ആക്ഷേപിച്ചിട്ടില്ല, രണ്ട് വിഭാഗം ചെയ്ത് ശരിയാണ്. അപ്പൊ അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബ് അനുസരിച്ച് അമൽ ചെയ്താലും സ്വർഗ്ഗത്ത് പോകും, ഷാഫി ഇമാമിന്റെ മദ്ഹബ് അനുസരിച്ച് അമൽ ചെയ്താലും സ്വർഗ്ഗത്ത് പോകും, മാലിക് ഇമാമിന്റെ മദ്ഹബ് അനുസരിച്ച് അമൽ ചെയ്താലും സ്വർഗ്ഗത്ത് പോകും, ഹംബലി ഇമാമിന്റെ മദ്ഹബ് അനുസരിച്ച് അമൽ ചെയ്താലും സ്വർഗ്ഗത്ത് പോകും. ഒരു മദ്ഹബും വേണ്ട, ഞങ്ങൾക്ക് ഖുർആനും ഹദീസും മതി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് ഇജ്തിഹാദ് വാദിക്കാൻ പറ്റൂല. അങ്ങനെ പറയാൻ ഒരാൾക്കും തന്നെ അവകാശം ഇല്ല എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോ ഇവിടെ വ്യക്തമായ പ്രമാണങ്ങളുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ഷാഫി ഇമാമിനോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ ഇമാമുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്? അതിന് ഷാഫി ഇമാം പറഞ്ഞ അഭിപ്രായ വ്യത്യാസം രണ്ട് വിധത്തിലുണ്ട്. നസ്സായ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അത് പാടില്ല. അതേസമയത്ത് വ്യക്തമായ തെളിവുകൾ വരാത്ത വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അത് സ്വാഗതാർഹമാണ്. അതിന് ഷാഫി ഇമാം എന്താ ആയത്തോരിയത്? വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിന. വ്യക്തമായ പ്രമാണം എന്നതിന് ശേഷമുള്ള ഭിന്നത പാടില്ല. അപ്പൊ വ്യക്തമല്ലാത്ത പ്രമാണങ്ങളിൽ ഭിന്നത ആവാം എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത്. അപ്പൊ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരാം. ഇസ്ലാമിന്റെ ഒരേ വിഷയത്തിൽ തന്നെ ഇപ്പൊ ഉദൂല് തല തടവുക എന്നുള്ള വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായം വരാം. കാരണം അതിൽ വ്യത്യസ്ത അഭിപ്രായം വരുന്ന രൂപത്തിലാണ് ഖുർആനിന്റെ ആയത്തും പ്രവാചകന്റെ ഹദീസുകളും ഉള്ളത്. അങ്ങനെയാകുമ്പോൾ അഭിപ്രായ വ്യത്യാസം സ്വാഗതാർഹമാണ്. ഏത് അഭിപ്രായം പക്ഷെ നമുക്ക് പറയാൻ പറ്റൂല, പറയാൻ അർഹരായ ഇമാമുമാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ, ആ അഭിപ്രായ വ്യത്യാസത്തിൽ അവരെത്തിപ്പെടുന്നതിൽ യാതൊരു വിരോധവും ഇല്ല. അങ്ങനെയുള്ള മദ്ഹബിന്റെ ഇമാമുമാര്, ആ ഇമാമുമാർക്ക് മാത്രമാണ് ഇജ്തിഹാദിന് യോഗ്യത. അല്ലാത്ത നമ്മളെ പോലത്തെ ആൾക്കാർ എന്ത് ചെയ്യണം, അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യണം എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ നഹ്ലിലും സൂറത്തുൽ അംബിയായിലും പറഞ്ഞു, ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ വിവരമുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി പറഞ്ഞു, ലം യഖ്തലിഫൽ ഉലമാ വലാ അന്നൽ അഅമ്മത അലൈഹാ തഖ്ലീദു ഉലമാഇഹാ വഅന്നഹും അൽ മുറാദ് ബിഖൗലില്ലാഹി അസ്സ വജല്ല ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. സാധാരണക്കാർ പണ്ഡിതന്മാരെ തഖ്ലീദ് അഥവാ അനുധാവനം, തഖ്ലീദ് അഥവാ അനുധാവനം അതിനെ ചെയ്യുകയാണ് വേണ്ടത്. മാത്രമല്ല വഅന്നൽ ആം വകദാലിക ലം യഖ്തലിഫൽ ഉലമാ വഅന്നൽ ആമത ലാ യജൂസു ലഹൽ ഫുതിയ. സാധാരണക്കാർ ഖുർആനും ഹദീസും നോക്കിയിട്ട് മതവിധി പുറപ്പെടുവിക്കാൻ പറ്റൂല. കാരണം ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് ആണ്ടിറങ്ങാൻ സാധാരണക്കാർക്ക് സാധ്യമല്ല. ഇത് ഇമാം റാജി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ഇദാ ജാഅഹും അംറു മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബിഹി വലൂ റദ്ദൂഹു ഇല റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും വലൂലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലത്തബഅതും അശ്ശൈത്താന ഇല്ലാ ഖലീല എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അൽ ആയത്തു ദാലത്തുൻ അലാ ഉമൂർ. ഈ ആയത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഖുർആനിന്റെയും ഹദീസിന്റെയും നസ്സ് കൊണ്ടറിയാത്ത ഒരുപാട് മസലകളുണ്ട്. അത് ഗവേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഗവേഷണത്തിലൂടെ മദ്ഹബിന്റെ ഇമാമുമാരുടെ ഗവേഷണം ഹുജ്ജത്താണ് എന്നാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അലാ അന്നൽ ആമിയ യജിബു അലൈഹി തഖ്ലീദുൽ ഉലമാഇ ഫി അഹ്കാമിൽ ഹവാദിസ്
സംഭവവികാസങ്ങളുടെ ഹുക്കുമുകളിൽ ഉലമാക്കളെ തഖ്ലീദ് ചെയ്യൽ സാധാരണക്കാരന് നിർബന്ധമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന മുകല്ലഫൻ ബിസ്തിബാത്തിൽ അഹ്കാം. അല്ലാഹുവിന്റെ റസൂൽ വഹയിലൂടെയും അതുപോലെ തന്നെ ഗവേഷണത്തിലൂടെയും അഹ്കാമുകൾ പറയാറുണ്ടായിരുന്നു എന്നും ഈ ആയത്തിൽ മനസ്സിലാക്കാം. അപ്പോ എല്ലാ വിഷയവും ഖുർആനും ഹദീസും നോക്കിയാൽ കിട്ടൂല. ഒരുപാട് വിഷയങ്ങൾ കിട്ടാത്തതുണ്ട്. അത് ഇമാമുമാർ പഠിപ്പിച്ചു തരേണ്ടതുണ്ട്. സാധാരണക്കാർ അവരെ പിൻപറ്റേണ്ടതുണ്ട്. അവരെ അവലംബിക്കൽ നിർബന്ധമാണ്, വാജിബാണ് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി രേഖപ്പെടുത്തി, ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തി, ഇമാം സ്വാബി രേഖപ്പെടുത്തി, മറ്റനേകം കിതാബുകൾ രേഖപ്പെടുത്തി. എന്നിട്ട് ഇവര് പറയാം അത് ശിർക്കിലേക്ക് നയിക്കും എന്നുള്ളത്. എത്ര മോശപ്പെട്ട വാക്കാണത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മദ്ഹബ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിശദീകരണമാണ്, ഇസ്ലാമിന് പുറത്തുള്ള കാര്യമല്ല. തഖ്ലീദ് എന്ന് പറയുന്നത് ആ വിശദീകരിക്കാൻ അർഹരായ ആളുകളായ ഇമാമുമാർ പറഞ്ഞതനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അതൊരിക്കലും തന്നെ ഇസ്ലാമിന് പുറത്തല്ല. ഇസ്ലാമിക വൃത്തത്തിൽ, ഖുർആനിന്റെ താല്പര്യത്തിന്റെ വൃത്തത്തിൽ, പ്രവാചകന്റെ കൽപ്പനയുടെ വൃത്തത്തിൽ, ഇമാമുമാർ പഠിപ്പിച്ചതിന്റെ വൃത്തത്തിൽ ഒതുങ്ങി കഴിയുന്നതിനാണ് തഖ്ലീദ് എന്ന് പറയുന്നത്. അതിന്റെ പുറത്ത് ചാടിക്കൊണ്ടുള്ള ജീവിതം അത് നരകത്തിലേക്ക് നയിക്കും, അത് ആഖിബത്തിനെ അപകടത്തിൽപ്പെടുത്തും, അത് ആഖിറം വിനഷ്ടമാക്കും എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തിക്കൊണ്ട്, എന്റെ സമയം ഒരുപാട് ദീർഘിച്ചു പോയി. ഞാൻ 1 മണിക്കൂറോളം സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഈ വിഷയമായിട്ട് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതോ അല്ലെങ്കിൽ ഇവിടെ വിമർശകരായ ആളുകൾ ഉന്നയിക്കുന്ന പല സംശയങ്ങളുണ്ട്. ഷാഫി ഇമാം പറഞ്ഞിട്ടില്ലേ, എന്നെ തഖ്ലീദ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉന്നയിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്കിൽ വരാം. ടെക്സ്റ്റിലൂടെയുള്ള ചോദ്യങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ ആൻസർ ഉണ്ടാകൂല. മൈക്കിൽ വന്നുകൊണ്ട് അറിവുള്ള ആൾക്കാരൊക്കെ മൈക്കിൽ വരുന്ന സമയത്ത് പിന്നെ പരമാവധി അവരുടെ സംശയങ്ങൾ എന്ന് പറഞ്ഞൊരു സംശയം ഉണ്ടാവില്ല. എങ്കിലും ഇവിടെ ഉന്നയിക്കപ്പെടുന്ന സംശയങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, അഥവാ പൊതു സമൂഹത്തിന്റെ മുമ്പിൽ ഇവിടെ വാദിക്കപ്പെടുന്ന വല്ല സംശയങ്ങളുണ്ടെങ്കിൽ അത്തരം സംശയങ്ങളൊക്കെ ഒരു സംശയ രൂപത്തിൽ, അത് അറിവുള്ള കാര്യങ്ങളാണെങ്കിലും പൊതുജനങ്ങൾക്ക് മനസ്സിലാകുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഒരു സംശയ രൂപത്തിൽ ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ, അവൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സംസാരിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കാമായിരിക്കും. ജസാക്കല്ലാഹു ഖൈറൻ. അല്ലാഹു നിങ്ങളുടെ ഇൽമിൽ വർദ്ധനവ് നൽകട്ടെ. അത് ഞങ്ങളെ പോലത്തെ ആളുകൾക്ക് മൻഫഅത്തുള്ള ഇൽമുമാക്കി മാറ്റട്ടെ. ഉസ്താദ് ഇവിടെ പറഞ്ഞു, ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും ചോദിക്കാനും മനസ്സിലാക്കാനുണ്ട്. ചോദിക്കേണ്ട ആളുകളൊക്കെ മുന്നോട്ട് വരണമെന്ന് പൊതുവായിട്ട് ഞാൻ പറയുന്നു. ഇജ്മാഇനെ കുറിച്ച് ഉസ്താദ് ഇവിടെ പറഞ്ഞു. നമ്മൾ ഇമ്മത്തിന്റെ ഏകോപന അഭിപ്രായമാണ് ഇജ്മാ എന്ന് പറയുന്നത്. സഹാബത്തിന്റെ ഏകോപന അഭിപ്രായങ്ങൾ ചില കാര്യങ്ങളിൽ വന്നത്, അതിന് എന്ത് പറയുമെന്നൊന്ന് വിശദീകരിച്ചു തന്നായിരിക്കും. മറ്റൊന്ന്, നമ്മുടെ നാട്ടിലെ ഈ മദ്ഹബ് വിരുദ്ധർ എന്ന് പറയുന്ന ഒരു കൂട്ടര്, അവർ സത്യത്തിൽ മദ്ഹബ് അനുകൂലികൾ തന്നെയല്ലേ? അല്പം ചില വിഷയങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറയുന്നതല്ലാതെ സാധാരണഗതിയിൽ ഒതു ഉണ്ടാക്കുന്ന വിഷയാലും ശരി, നിസ്കരിക്കുന്ന വിഷയാലും ശരി, അങ്ങനെ പ്രാഥമികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മലബാർ മേഖലയിലാണെങ്കിൽ ഷാഫി ഇമാമിനെ പിൻപറ്റുന്ന ആ അഭിപ്രായങ്ങൾ തന്നെയല്ലേ അവരൊക്കെ പഠിപ്പിക്കുന്നതും ചെയ്യുന്നതും. മറ്റതൊക്കെ വെറും ഒരു വിടുവായത്വം മാത്രമല്ലേ? അസ്സലാമു അലൈക്കും. നല്ല ചോദ്യമാണ്. ഇജ്മാ എന്താണ് എന്നുള്ളതും സഹാബത്തിന്റെ ഇജ്മാ അല്ലേ എന്നുള്ളതുമാണ് ഒന്നാമത്തെ ചോദ്യം. ഇജ്മാ എന്താണെന്ന് പറഞ്ഞാൽ, ഇജ്മാഇന്റെ അധ്യായത്തിൽ തന്നെ ജംഉൽ ജവാമിയിലും മറ്റും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ്? ഇത്തിഫാഖു മുജ്തഹിദിൽ ഉമ്മ ബഅദ വഫാത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അയ്യി അംരിൻ മിൻ ഉമൂരിദ്ദീൻ. ഒരു മതപരമായ വിഷയത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനു ശേഷം ഉള്ള മുജ്തഹിദുകളായ ഇമാമുമാർ, ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള മുജ്തഹിദുകളായ ഇമാമുമാർ ഒരു വിഷയത്തിൽ ഏകോപിച്ച് അഭിപ്രായം പറയുക എന്നുള്ളതാണ്, ഒറ്റ വീക്ഷണം പുലർത്തുക. അതാണ് ആ ഇത്തിഫാഖിനെ സംബന്ധിച്ചാണ് ഇജ്മാ എന്ന് പറയുന്നത്. അത് സഹാബത്തിന്റെ കാലത്ത് സ്വഹാബികളാണ് മുജ്തഹിദീങ്ങളായിട്ടുള്ളത്. എല്ലാ സ്വഹാബിമാരും മുജ്തഹിദീങ്ങളല്ല, പക്ഷെ ഒരുപാട് സ്വഹാബിമാർ മുജ്തഹിദീങ്ങളാണ്. ആ മുജ്തഹിദീങ്ങളായ സ്വഹാബിമാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു വിഷയത്തിൽ ഏകാഭിപ്രായം പറഞ്ഞാൽ അത് ഇജ്മാ ആയിട്ട് മുന്നേറ്റതായി കഴിഞ്ഞു.
അങ്ങനെ മുന്നക്കിതായത് ഇജ്മാ ആണ്. ആ ഇജ്മാഇനെ പിന്നെ ഹർക്ക് ചെയ്യാൻ പാടില്ല. പിൽക്കാലത്ത് വരുന്ന മുജ്തഹിദീങ്ങൾക്കോ അല്ലാത്തവർക്കോ ആ ഇജ്മാഇനെതിരിൽ ഒരു മസ്അല പറയാനോ ആ ഇജ്മാഇനെതിരിൽ പ്രവർത്തിക്കാനോ പാടില്ല. ഇതാണ് ഇജ്മാ എന്ന് പറഞ്ഞാല്. പിന്നെ നമ്മളെ നാട്ടിലുള്ള മുജാഹിദുകൾ, ഇങ്ങനെയുള്ള ഈ തഖ്ലീദ് വിരോധികളായ, മദ്ഹബ് വിരോധികളായ ആളുകള് അത് വാദത്തിൽ വിരോധവും പ്രയോഗത്തിൽ അനുകൂലവും എന്നുള്ളത് ശരി, അത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അവർക്കൊക്കെ തന്നെയും വളരെ പരിമിതമായ ഏതാനും ചില വിഷയങ്ങൾ മാത്രമേ അവർ അനുയായികൾക്കിടയിൽ ചർവണം ചെയ്യുന്നുള്ളൂ. ഒന്ന് ഈ തവസ്സുല്, ഇസ്തിഗാസ, ബർക്കത്തെടുക്കല്, പിന്നെ മരിച്ചോടത്തുള്ള ഓത്ത്, പിന്നെ മയ്യത്തിന്റെ കൂടെയുള്ള ദിക്റ്, പിന്നെ തറാവീന്റെ റക്അത്തിന്റെ എണ്ണം, മൗലൂദ്, മാല, നബിദിനാഘോഷം, അങ്ങനെ വിരലിലാവുന്ന ഉമൂറുൻ മഅദൂദാത്ത് അത് മാത്രമേ ഇവർ ചർച്ച ചെയ്യുന്നുള്ളൂ. അതേ സമയത്ത് എത്ര മസലകളുണ്ട്. ആ മസലകൾ പറയുന്ന സമയത്ത് ഇപ്പോ എന്റെ അടുക്കൽ നിന്ന് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചോദ്യോത്തരം എന്ന് പറഞ്ഞിട്ട് മറ്റേ അബ്ദുൽ ഖാദർ മൗലവിന്റെ 2 വാളിയുള്ള പുസ്തകമുണ്ട്. അതില് ഓരോ വിഷയങ്ങൾ ചോദിച്ചാലും, ഇപ്പൊ ക്ലോണിംഗ് ആവട്ടെ, ടെസ്റ്റ് ശിശു ആവട്ടെ, എന്ത് കർമ്മശാസ്ത്ര വിഷയം ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പണ്ഡിതന്റെ മറുപടി പറയാണ്. അല്ലാതെ ഖുർആനോ ഹദീസോ വെച്ചുകൊണ്ട് പറയാൻ അവർക്ക് കഴിയുന്നില്ല. എല്ലാ വിഷയങ്ങളും അവരെന്താ പറയാറുള്ളത്? സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നരകത്തിൽ നിന്ന് അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളും റസൂലിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി പുതിയതൊന്നും പറയാനില്ല എന്നല്ലേ. ഈ പുതിയതൊന്നും പറയാനില്ല എന്ന് പറയുന്ന ആൾക്കാർ പിന്നെ ഇമാനിങ്ങൾ ഉദ്ധരിക്കുന്നത് എന്തിനാണ്? അവർക്ക് നേരെ ഖുർആനിൽ ഹദീസിനെ ഉദ്ധരിച്ചാൽ പോരെ. അപ്പൊ ഇവര് ജനങ്ങളെ വഞ്ചിക്കുവാൻ വേണ്ടിയുള്ള ഇരട്ടത്താപ്പ് നയമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രായോഗികമായിട്ട് അവര് ഇങ്ങനെ പിൻപറ്റുന്നതൊക്കെ തന്നെ വിശ്വാസപരമായിട്ട്, നിലപാടുപരമായിട്ട് ജനങ്ങളിൽ അവരെന്താക്കാണ്, അത് പാടില്ല എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് എത്തിക്കുകയാണ്. അപ്പോ പ്രായോഗികമായിട്ട് അംഗീകരിക്കുന്ന ഒരു കാര്യത്തെ വിശ്വാസപരമായിട്ട് എതിർക്കുക എന്നുള്ള ഏറ്റവും മോശമായ ഒരു സംഗതിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ബിൻ ഹൈദർ അവരുടെ ചോദ്യത്തിന് ഉള്ള മറുപടി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇജ്മാഅ് പിന്നെ പ്രമാണത്തിൽ 4 പ്രമാണത്തിൽ ഒന്നാണല്ലോ. ഈ മദ്ഹബ് സ്വീകരിക്കല് ഇജ്മാഅ് പെട്ടതല്ലേ ആണെന്നാണ് നേരത്തെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലായത്. ഈ ഉമർ ഫൈസി ഉണ്ടല്ലോ, മുജാഹിദിന്റെ ഒരു ഉമർ ഫൈസി ഉണ്ട്. അയാളുടെ പ്രസംഗത്തില് ഇജ്മാഅ് അംഗീകരിക്കൽ മുസ്ലിം സമൂഹത്തിന് നിർബന്ധാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ മദ്ഹബ് സ്വീകരിക്കാന്ന് പറഞ്ഞാൽ ഇജ്മാഅ് അംഗീകരിക്കൽ ആണ്. മൂപ്പരും ഇജ്മാഇനെ സ്വീകരിക്കുന്ന ആളാണ്. പക്ഷെ ഈ മദ്ഹബ് 4 മദ്ഹബിലും തറാവീഹ് 20 അല്ലെ നേരത്തെ പറഞ്ഞ മാതിരി അതിൽ കൂടുതൽ അഭിപ്രായക്കാരാണല്ലോ. ആ കണക്കിൽ ഇജ്മാഅ് അനുസരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം തറാവീഹ് 20 റക്അത്ത് അംഗീകരിക്കല് നിർബന്ധമല്ലേ? ഈ ഉമർ ഫൈസി തറാവീഹ് 11 റക്അത്താണ് എന്ന് അദ്ദേഹത്തിന്റെ വേറൊരു പ്രസംഗത്തില് പറയുന്നുണ്ട്. എന്നാൽ ഇജ്മാഅ് അംഗീകരിക്കല് മുസ്ലിം ലോകത്തിന് നിർബന്ധമാണ് എന്നും പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് എന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. തികച്ചും വൈരുദ്ധ്യാത്മകമായ വാദവും ജൽപ്പനവുമാണിത്. ഇജ്മാഅ് അംഗീകരിക്കലും ഇജ്മാഇനെ അനുസരിക്കലും നിർബന്ധമാണ് എന്ന് പറഞ്ഞ അതേ നാവ് അതിന്റെ വെള്ളം വറ്റുന്നതിന് മുമ്പായിട്ട് അയാൾ പറയാണ്, എന്താ പറയുന്നത്, തറാവീഹിലുള്ള ഇജ്മാ ആയ മസല അത് അംഗീകരിക്കാൻ പാടില്ല. ഇത് തികച്ചും വൈരുദ്ധ്യമാണിത്. തറാവീഹിൽ സ്വഹാബിമാർ 20ന്റെ മേൽ ഇജ്മാ ആയിട്ടുണ്ട്. ദശക്കണക്കിന് ഗ്രന്ഥങ്ങൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. എത്ര ഗ്രന്ഥങ്ങളാണ് ആ ഇജ്മാഇനെ ഉദ്ധരിച്ചിട്ടുള്ളത്? ഓട്ടെ, ഈ വഹബത്തു സുഹൈരി എന്നോ അങ്ങനെ പുതിയൊരു വഹാബി പണ്ഡിതനുണ്ട് ഗൾഫ് നാട്ടിലുള്ള, അദ്ദേഹത്തിന്റെ കിതാബിൽ പോലും തറാവീഹ് 20 ഉണ്ട് എന്നുള്ളതിൽ സ്വഹാബത്ത് ഇജ്മാ ആയിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം മരിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള വഹാബികൾ പോലും അത് ഇജ്മാ ആയ മസലയാണെന്ന് രേഖപ്പെടുത്തിയിട്ട് നമ്മളെ കേരളത്തിലുള്ള ഇവര് പറയാണ് അത് അംഗീകരിക്കാൻ പറ്റൂല. ഇത് ഈ രൂപത്തിൽ ഇജ്മാഇനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞ ആളുകൾ തന്നെ
അവരുടെ അനുയായികളെ ഇജ്മാ നിഷേധത്തിലേക്കും അതുവഴി നരകത്തിലേക്കും. ഖുർആൻ പറഞ്ഞല്ലോ, നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് ആളുകളെ നയിച്ചുകൊണ്ടിരിക്കുന്നതാണ് മദ്ഹബ് വിരോധം കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം എന്നതിലേക്ക് ഈ ചോദ്യവും അതിന്റെ ഉത്തരവും വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ക്ലാസ് റൂമിൽ ഇതര സംവിധാനങ്ങൾ കേൾക്കാൻ കഴിയുന്നത് കൊണ്ട് പല ആളുകളും പുറത്തു നിന്ന് കാര്യങ്ങൾ വീക്ഷിക്കുന്നുണ്ടാകും. അതാണ് നേരിട്ട് വരാത്തത്. ഉസ്താദെ, ഒരു കാര്യം, നമ്മളിപ്പോ 4 മദ്ഹബിന്റെ ഇമാമികളുണ്ട്. ഈ 4 ഇമാമികളെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് നമുക്ക് സൗകര്യമുള്ള വിഷയങ്ങളിൽ ചിലത് ഓരോ ഇമാമിന്റെയും അഭിപ്രായം സ്വീകരിക്കുന്നു. അതായത് ഒന്നു ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒന്ന്, ഒന്നു മുറിയുന്ന കാര്യത്തിൽ നമുക്ക് സൗകര്യപ്പെട്ടത് മറ്റു ഇമാമ് പറയുന്നതാണ്. ഖസറിന്റെ കാര്യത്തിൽ ഒന്ന്, അതുപോലെ ജമയുടെ കാര്യത്തിൽ ഒന്ന്, ഇങ്ങനെ വ്യത്യസ്തമായി നമുക്ക് സുഖമുള്ള കാര്യങ്ങൾ മാത്രം തെരഞ്ഞെടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അനുയോജ്യമായ കാര്യങ്ങൾ ചേർന്നിട്ട് ചെയ്യാം. എന്നിട്ട് പറയാം നമ്മൾ എല്ലാ അയിമത്തിനെയും ഒരാളെ നാം എതിർക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു ഇമാമിനെ ഒരു വിഷയത്തിൽ പിന്തുടർന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മറ്റേ ഇമാമിനെ എതിർത്തു എന്നല്ല. ഏത് ഇമാമിനെ പിന്തുടർന്നാലും സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. എല്ലാ ഇമാമിങ്ങളെയും അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇമാമുമാരുടെയും മദ്ഹബുകൾ സ്വർഗത്തിലേക്കെത്താനുള്ള വഴിയാണ്, അതൊക്കെ ദീനിന്റെ യഥാർത്ഥമായ സരണിയാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതോടൊപ്പം തന്നെ ഒരാൾ എല്ലാ മദ്ഹബുകളിൽ നിന്നും ഏറ്റവും സുഖമായതിനെ എടുക്കുക എന്നുള്ളത്, റുഖ്സകളെ മാത്രം, ഇളവുകൾ മാത്രം പരിശോധിച്ച് അങ്ങനെ തനിക്കൊരു ദീനിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രൂപത്തിൽ, ചെറിയൊരു ബുദ്ധിമുട്ട് പോലും ഇല്ലാത്ത രൂപത്തിൽ ജീവിക്കുക എന്നുള്ള നിലപാട് പാടില്ല. എല്ലാ മദ്ഹബിൽ നിന്നും എളുപ്പം ഏതൊക്കെയാണെന്നുള്ളത് തതബ്ബുഉർ റുഖസ്, ഇളവുകളെ മാത്രം കണ്ടെത്തുകയും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കണം എന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. അത് തക്ലീഫിനെതിരാണെന്നാണ്. തക്ലീഫ് എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് സഹിക്കണമല്ലോ. അതേ സമയത്ത് ഒരു മദ്ഹബ് അനുസരിച്ച് അമല് ചെയ്യൽ അപ്രായോഗികമായി വരുന്ന സന്ദർഭത്തിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ തവാഫ് വേളയിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് അമല് ചെയ്യാൻ വളരെ പ്രയാസം. അങ്ങനെയാകുമ്പോൾ അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബ് അവലംബിക്കുക. അത് എന്തിനു വേണ്ടിയാണ്? ഓരോ മദ്ഹബിൽ നിന്നും എളുപ്പമുള്ളത് സ്വീകരിക്കുക എന്നുള്ളതല്ല, ഒരു മദ്ഹബ് കൊണ്ട് അമല് ചെയ്യാൻ പ്രയാസമായി വരുന്നത് കൊണ്ടാണ്. പ്രയാസം സഹിക്കാൻ കഴിയാത്ത അവസരത്തിൽ പിന്നെ എളുപ്പമുള്ളതിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാ മദ്ഹബിൽ നിന്നും എളുപ്പം സ്വീകരിക്കുക എന്നുള്ളതല്ല. അങ്ങനെ ഒരു മദ്ഹബ് സ്വീകരിച്ചവൻ ഈ മദ്ഹബ് കൊണ്ട് അമല് ചെയ്യൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രയാസമാകുമ്പോൾ മറ്റൊരു മദ്ഹബിന്റെ ഹുക്മിനെ സ്വീകരിക്കുക എന്നുള്ളത് ഈ മദ്ഹബിനെ തള്ളലല്ല. ഈ മദ്ഹബ് കൊണ്ട് തനിക്ക് അമല് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നേ ഉള്ളൂ. ഈ മദ്ഹബിനെ തള്ളിപ്പറയലല്ല. തള്ളിപ്പറയലാണെങ്കിലല്ലേ അത് പിന്നെ മോശമാണെന്ന് പറയേണ്ടതുള്ളൂ. അപ്പൊ അവിടെ തള്ളൽ വരുന്നില്ല, മറിച്ച് എല്ലാ മദ്ഹബിനെയും ഉൾക്കൊള്ളലാണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് ആ ചോദ്യത്തിന്റെ മറുപടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ സക്കരിയ സലാഹി എന്ന് പറഞ്ഞ മുജാഹിദിന്റെ നേതാവിന്റെ ഒരു പ്രസംഗം യൂട്യൂബിൽ നിന്ന് കേട്ടു. മദ്ഹബ് തഖ്ലീദിനെ കുറിച്ചാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അയാൾ ഈ മദ്ഹബിലുള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് അതിൻ്റെ കാരണം മൂപ്പർ പറയുന്നത്, മദ്ഹബിന്റെ ഇമാമിങ്ങൾ പലർക്കും, അഥവാ ചില അബൂ ഹനീഫ ഇമാമിനെ കുറിച്ച് ഇറാഖിൽ താമസിച്ചിരുന്ന ആളായിരുന്നു, അതുകൊണ്ട് തന്നെ ഹദീസ് കുറച്ചേ കിട്ടിയുള്ളൂ. ഷാഫി ഇമാമിന് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ കാരണം. അതുപോലെ തന്നെ സഹീഹ് ഹദീസ് കിട്ടിയാലും അന്ന് അതിൻ്റെ സഹീഹിന്റെ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ, ഒരു ഹദീസ് സഹീഹാണോ മറ്റേ അന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡങ്ങൾ അന്ന് എന്താണ് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? തികച്ചും വിവരമില്ലായ്മയാണ് ആ പറയുന്നത്. മാനദണ്ഡങ്ങൾ
ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ശരിയായിരിക്കാം. കാരണം ഷാഫി ഇമാമാണ് ഉസൂലിനെ ഗ്രന്ഥത്തിൽ ആദ്യമായിട്ട് ക്രോഡീകരിക്കുന്നത്. അതേസമയത്ത് മറ്റുള്ള ഇമാമുകളൊന്നും ഗ്രന്ഥരൂപേണ ക്രോഡീകരിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഗ്രന്ഥരചന എന്ന് പറയുന്നത് അന്നൊന്നും കൂടുതൽ വിശാലമായിരുന്നില്ല. അപ്പൊ ആ കാലത്ത് മാനദണ്ഡങ്ങളും ഉസൂലും ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ആ ഉസൂലും മാനദണ്ഡവും ക്രോഡീകൃതമായിട്ട് ഗ്രന്ഥരൂപത്തിലാക്കിയിട്ടില്ല. ഗ്രന്ഥരൂപത്തിലാക്കാൻ തുടങ്ങുന്നത് ഷാഫി ഇമാമിന്റെ വരവോടുകൂടെയാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ആ പറഞ്ഞത് അവർക്കാർക്കും ഉസൂലും മാനദണ്ഡവും ഇല്ലെങ്കിൽ പിന്നെ അവർ മുജ്തഹിദ് ആകൂലല്ലോ. മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ആയത്തുകളെയും ഹദീസുകളെയും എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ളതിന് മാനദണ്ഡം നിശ്ചയിക്കാൻ കഴിവുള്ള ആള്, മാനദണ്ഡം സ്ഥാപിക്കാൻ കഴിവുള്ള ആളാണ് മുജ്തഹിദ് ആകുള്ളൂ. അല്ലാത്തപോലെ ലോകം മുജ്തഹിദായിട്ട് അംഗീകരിക്കൂല. ഞാൻ മുജ്തഹിദ എന്ന് പറഞ്ഞ് വാദിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഉസൂൽ എന്താന്ന് ചോദിക്കും. അപ്പൊ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബ്നാ അലൽ ഖുബൂരി, ഒരു ഉദാഹരണം പറയാണ്. ഖബറിൽ എടുപ്പുണ്ടാക്കലിന് റസൂലുള്ള നഹി ചെയ്തു. നഹി ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹറാമ് എന്നാണോ കറാഹത്ത് എന്നാണോ ഖിലാഫുൽ ഔല എന്നാണോ? എന്താണ് അതിന്റെ അർത്ഥം? നിന്റെ ഉസൂൽ എന്താണ് പറയണം. അങ്ങനെ സ്വന്തമായിട്ട് ഉസൂൽ സ്ഥാപിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ മുജ്തഹിദാവാൻ കഴിയുള്ളൂ. ആ ഉസൂൽ സ്ഥാപിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ഹിജ്റ 300 ശേഷം മുജ്തഹിദുകൾ സ്വതന്ത്രമായിട്ട് ഇവിടെ വരാതിരിക്കാൻ കാരണം ആയത് എന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ തഹ്ഫീൽ പറയുന്നുണ്ട്. അല്ലാതെ ഖുർആനും ഹദീസും ഇല്ലാത്തത് കൊണ്ടല്ല. ഖുർആനും ഹദീസും എല്ലാ ഹദീസും മുന്നിലും ഇങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖുർആനും ഹദീസും മുഴുവനായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ മിന്നി മറിഞ്ഞിങ്ങനെ തലക്കുന്ന മറ്റേ തലക്ക് വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പേജുകൾ നമ്മൾ കൈകൊണ്ട് മറിക്കൊന്നും വേണ്ട, അത് ഇങ്ങനെ ഡിജിറ്റലായിട്ട് ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരാൾ മുജ്തഹിദാവൂല. മുജ്തഹിദാവണമെങ്കിൽ ഈ മുന്നിലുള്ള ഇവ വ്യാഖ്യാനിക്കുവാനുള്ള ആലത്തുകൾ വേണം, ആയുധങ്ങൾ വേണം. ആ ആയുധം ഉണ്ടാകുമ്പോഴാണ് മാനദണ്ഡം സ്ഥാപിക്കാൻ കഴിയുക. അതാണ് ഉസൂൽ എന്ന് പറയുന്നത്. ആ ഉസൂൽ സ്ഥാപിച്ചവർ തന്നെയാണ് ഇവരെല്ലാം. പക്ഷേ അത് ക്രോഡീകരിച്ചത് സ്വന്തം കൈപ്പട കൊണ്ട് ക്രോഡീകരിക്കാൻ പല ഇമാമുമാർക്കും സാധിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഒന്ന്. രണ്ടാമതായിട്ട് അവർക്ക് ഹദീസ് കിട്ടാത്തത് കൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം വന്നത് എന്നുള്ളത് തികച്ചും ബാലിശമാണ്. മറിച്ച് അതിലുപരിയായിട്ട് ഉസൂലുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്, ഉസൂലുകളുടെ ഇടയിലുള്ള വ്യത്യാസമാണ്, അഥവാ ഹദീസുകളെ വ്യാഖ്യാനിക്കുവാനുള്ള മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചിടത്തുണ്ടായ വ്യത്യാസമാണ്. ഉദാഹരണം പറയാം, ഒറ്റ ഉദാഹരണം. ഇപ്പൊ മുർസലായ ഹദീസ്, താബിഈ സനദിലെ താബിഈന് ശേഷം സഹാബികളെപ്പെട്ട ഹദീസ് ഹുജ്ജത്താണോ അല്ലേ? മറ്റു 3 മദ്ഹബും പറയുന്നത് അത് ഹുജ്ജത്താണ് എന്നാണ്. ഷാഫി മദ്ഹബ് പറയുന്നത് ഹുജ്ജത്തല്ല എന്നാണ്. പക്ഷെ ഷാഫിമാൻ പറയുന്നത് എന്താണ്? മറ്റൊരു ഹദീസ് കൊണ്ട് ശക്തിപ്പെടുത്തപ്പെട്ടാലോ, ഖിയാസ് കൊണ്ട് ശക്തിപ്പെടുത്തപ്പെട്ടാലോ, സ്വഹാബത്തിന്റെ അഖ്വാൽ കൊണ്ട് ശക്തിപ്പെടുത്തപ്പെട്ടാലോ, ഇങ്ങനെ ഒരു 8-10 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശക്തിപ്പെടുത്തപ്പെട്ടാൽ അപ്പൊ മുർസലായ ഹദീസും ഹുജ്ജത്താണ്, അല്ലെങ്കിൽ ഹുജ്ജത്തല്ല എന്നാണ്. അപ്പൊ ഈ മാനദണ്ഡത്തിലാണ് അഭിപ്രായ ഭിന്നത വരുന്നത്. അല്ലാതെ തെളിവുകളുടെ ലഭ്യത, അതിന്റെ ഏറ്റ വ്യത്യാസത്തിലല്ല യഥാർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസം വരുന്നത്. പിന്നെ മുജാഹിദിന്റെ ആളുകളൊക്കെ നമ്മളെ കുട്ടിമോനെ പോലത്തെവരൊക്കെ ഇടക്കിടക്ക് വാട്സപ്പിലൊക്കെ ഇങ്ങനെ പറയലുണ്ട്, അത്തിയുള്ളാഹു അത്തിയു റസൂല എന്ന് പറഞ്ഞ ആയത്ത് ഓതിയിട്ട്. അഥവാ ഈ അവിടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ ഇമാമി മുജ്തഹിദീങ്ങൾ അവര് ഇജ്തിഹാദ് ചെയ്തതൊക്കെ ഖുർആനിലും ഹദീസിലും ഖണ്ഡിതമായി പറയാത്ത കാര്യങ്ങളിലാണല്ലോ ഈ ഇജ്തിഹാദ് ഉണ്ടായിരിക്കുന്നത്. വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അവ്യക്തമായ കാര്യങ്ങളിലാണ് ഇജ്തിഹാദ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ അങ്ങനെ നമ്മൾ മദ്ഹബ് സ്വീകരിക്കുമ്പോൾ ഈ മുജാഹിദീങ്ങൾ പറഞ്ഞ അത്തിയുള്ളാഹു അത്തിയു റസൂല വഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞിട്ട് ഫൈൻ തനാസഅതും എന്ന് പറഞ്ഞ ആ സംഭവം, അത് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ അവ്യക്തമായ കാര്യങ്ങളിലാണ് ഇജ്തിഹാദ് ചെയ്തത്. പിന്നെ ഇവര് തർക്കമുണ്ടായാൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങുക എന്ന് പറയുന്നതിലുള്ള അവസ്ഥ എന്താണ്? നാല് പ്രമാണത്തിലേക്കുള്ള സൂചനയാണത്. അത്തിയുള്ളാ എന്ന് പറഞ്ഞാൽ ഖുർആൻ,
വ അത്തിയുർ റസൂല എന്ന് പറഞ്ഞാൽ ഹദീസ്, വ ഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ ഇജ്മാ. ഈ 3 പ്രമാണങ്ങൾ നിങ്ങൾ അനുസരിക്കണം. ഇനി ഇതിൽ വ്യക്തതയില്ലാത്ത കാര്യങ്ങളിലാണ് ഭിന്നത വരിക. ഫൈൻ തനാസഅ്തും എന്ന് പറയുന്ന ഖിതാബ് ആരോടാണ്? എല്ലാ പ്രമാണങ്ങൾ, വിധിവിലക്കുകളെ വിശദീകരിക്കുന്ന ആ കാര്യം എടുക്കുകയാണെങ്കിൽ, ഫൈൻ തനാസഅ്തും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ദുന്യവിയായ കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കുകയാണെങ്കിൽ എന്നുള്ള ആ അർത്ഥത്തിലല്ല, മറിച്ച് ഫൈൻ തനാസഅ്തും എന്ന് പറഞ്ഞാൽ ഓരോ വിഷയത്തിലുള്ള മതവിധി ഏതാണ് എന്നുള്ളതിൽ നിങ്ങൾ തർക്കിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഭിന്നിപ്പ് ഉണ്ടാകുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഭിന്നിപ്പ് എന്ന് പറഞ്ഞാൽ ആർക്കാ ഉണ്ടാകുക? ഭിന്നിപ്പുണ്ടാവാൻ യോഗ്യരായ ആളുകൾ, അഥവാ മുജ്തഹിദുകളായ ഇമാമുമാരും അവരുടെ ഉസൂൽ അനുസരിച്ച് മതവിധി പറയാൻ തയ്യാറായ, അതിനർഹരായ താഴേക്കടയിലുള്ള ഇമാമുമാരും, അവർക്കിടയിൽ ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായ ഭിന്നത വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? ഫറുദ്ദൂഹു, അതിനെ മടക്കിക്കൊള്ളട്ടെ, സ്വന്തമായിട്ട് അഭിപ്രായം പറയരുത്. ഒരു വിഷയത്തിൽ തനാസു ആവലപ്പോഴാണ്? അതിൽ തീരുമാനമെടുക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ്. തീരുമാനമെടുക്കാൻ കഴിയാതിരിക്കൽ എപ്പോഴാണ്? അതിലൊരു തീർപ്പ് കാണാതിരിക്കുമ്പോഴാണ്. ഈ സന്ദർഭത്തിൽ അവരെന്ത് ചെയ്യണം? ഖുർആനിലേക്കും ഹദീസിലേക്കും അതിനെ മടക്കിക്കൊള്ളട്ടെ എന്നാണ്. മടക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ഖിയാസാക്കിക്കൊള്ളട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. ഖിയാസാക്കിക്കൊള്ളട്ടെ. ഖിയാസാക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് താരതമ്യം ചെയ്തുകൊണ്ട് മതവിധി പറഞ്ഞുകൊള്ളട്ടെ എന്നാണ്. അപ്പൊ അങ്ങനെ അതാണ് ഖിയാസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഖിയാസാണ് യഥാർത്ഥത്തിൽ. ഖിയാസാക്കിക്കൊള്ളട്ടെ എന്നാണ് ആ പറയുന്നത്. അല്ലാതെ മുജാഹിദുകൾ പറഞ്ഞ മാതിരി സുന്യാളും മുജാഹിദിന്റെ ഇടയിൽ ഒരു തർക്കമുണ്ടായി. ഇപ്പൊ സക്കരിയ സ്വലാഹിന്റെ ഇടയിലും നമ്മളെ ഇടയിൽ ഒരു തർക്കമുണ്ടായി. എന്താ തർക്കം? കുനൂത്ത് ഓതണോ ഓതണ്ടേ? അപ്പൊ നമ്മൾ ഖുർആനും ഹദീസും നോക്കണം എന്നല്ല പറയുന്നത്, മറിച്ച് തർക്കിക്കാൻ യോഗ്യരായ ആളുകൾക്കിടയിൽ വിഷയത്തിൽ ഭിന്നത വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പൊ അതിൽ തീരുമാനം കാണാൻ വേണ്ടി അവർ ഖിയാസാക്കിക്കൊള്ളട്ടെ എന്നാണ്. അതാണ് ആ പറഞ്ഞത്. അപ്പൊ ഇമാം റാസി തങ്ങൾ ഈ ഹദീസിന്, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ഇത് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നീ ചതുർപ്രമാണങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന രേഖയാണ് എന്നാണ്. അല്ലാതെ സ്വതന്ത്രമായിട്ട് ഖുർആനിലും ഹദീസിലും എല്ലാം ഒരുപോലെ സ്പഷ്ടമായി വ്യക്തമായി കിടക്കുന്നുണ്ട് എന്ന് മുജാഹിദുകൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് വെറും പൊട്ടത്തരാണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ തനാസു വരൂലല്ലോ, അവിടെ തർക്കം വരൂലല്ലോ. കാരണം ഫാ ആത്തിഫിനാണ്, അവിടെ ഫാ ആത്തിഫാണ് എന്ന് വെച്ചാൽ നിങ്ങൾ അള്ളാഹുലേക്കും റസൂലിലേക്കും ഉലുൽ അംറിലേക്കും മടക്കണം. അങ്ങനെ മടക്കി ആ വിഷയത്തിൽ അതിന് സൊല്യൂഷനായി, അതിന് പരിഹാരമായി. ഇനി ഫഇൻ തനാസഅ്തും, നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ, എന്നിട്ട് ആത്തിഫാവുമ്പോൾ തഅഖീബിനെ തേടും. ആദ്യത്തെ ഒരു സംഭവം അത് ഓക്കെയായി, ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അപ്പൊ നിങ്ങൾ എന്ത്? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലിഹി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പുതിയ വിഷയം എന്ന് വെച്ചാൽ സ്പഷ്ടമല്ലാത്ത ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ വന്നാൽ തുലനം ചെയ്തുകൊണ്ട് നിങ്ങളത് കണ്ടെത്തണം എന്നേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ ഇവർ പറഞ്ഞ മാതിരി എല്ലാ ഖുർആൻ ഹദീസിലും ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ഏത് കുട്ടിക്ക് പോലും നോക്കിയാൽ കണ്ടെത്തുന്ന രൂപത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അത് നോക്കി പിന്നെ തീരുമാനം പറയണം എന്ന് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പാടില്ല. അത് തെറ്റാണ്. ആ ആയത്തിനെ ആ രൂപത്തിൽ ദുർവ്യാഖ്യാനിക്കുന്നത്, മദ്ഹബിനെ എതിരാക്കുന്നത് ശരിയല്ല. കർമ്മശാസ്ത്ര വിഷയത്തില് ഈ 4 ഇമ്മത്ത് മാത്രമേ മുജ്തഹിദീങ്ങളായുള്ളൂ, അല്ലെങ്കിൽ മദ്ഹബിന്റെ ആളുകളുള്ളൂ എന്നുള്ള തീരുമാനം എങ്ങനെ വരുന്നതാണ്? അല്ലാത്തവരും ഇല്ലേ? ഇനി വരില്ല എന്നുള്ള തീരുമാനം അത് എന്നൊന്ന് വിശദീകരിക്കാൻ കഴിയും? അങ്ങനെ വരില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഇജ്തിഹാദ് ഇല്ല എങ്കിൽ, നമുക്കൊക്കെ ഇന്ന് മതപഠന സ്ഥാപനങ്ങളിലൊക്കെ ഖുർആൻ, ഹദീസ് ഗവേഷണ പഠന രീതികളുണ്ട്. അതിന്റെ ആവശ്യം എന്താണ്? നല്ല ചോദ്യമാണ്. പിന്നെ ഈ 4 ഇമാമുമാർ മാത്രമാണ് മുജ്തഹിദുകൾ എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു സഹാബത്തിൽ മുജ്തഹിദീങ്ങൾ ഉണ്ടായിട്ടുണ്ട്, താബിഈങ്ങളിൽ മുജ്തഹിദീങ്ങൾ ഉണ്ടായിട്ടുണ്ട്, താബിഈങ്ങൾ മുജ്തഹിദീങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നൂറുകണക്കിന് മുജ്തഹിദീങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ലേ എല്ലാവരും പറയുന്നത്. പക്ഷേ മുജ്തഹിദീങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പാടെ ക്രോഡീകരിച്ച് നമ്മളെ മുമ്പിൽ ഇപ്പൊ ലഭ്യമായത് 4 എണ്ണമാണ്. അത്രയും അർത്ഥം. ബാക്കിയുള്ളതൊക്കെ നാമാവശേഷമായി പോയി.
അതൊക്കെ എന്തായി നമുക്ക് ലഭ്യമല്ലാതെ, പിന്നെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള അഭിപ്രായങ്ങൾ അവിടെ ഇവിടേക്ക് എഴുതി വെച്ചു എന്നല്ലാതെ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ടാണ് മദ്ഹബുകൾ 4ൽ നന്നായി ചുരുങ്ങിയത്. കർമ്മശാസ്ത്രപരമായ വിഷയത്തിൽ നമ്മൾക്ക് ഗവേഷണം ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. അല്ലാതെ ഖുർആൻ ഓതാനോ ഖുർആനിന്റെ പ്രാഥമികമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളാനോ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിപ്പിച്ചിട്ട് ഖുർആനിൽ എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളെക്കാട്ടിലും കൂടുതലുള്ളത് അഹ്കാം മാത്രം പ്രതിപാദിക്കുന്ന ആയത്തുകൾ 500 ആയത്തുകൾ മാത്രമേ ഉള്ളൂ എന്നാണ്. കൃത്യമായിട്ട് ഹുക്മ് ഇങ്ങോട്ട് കണ്ടെത്താൻ കഴിയുന്ന ആയത്തുകൾ 500 ഉള്ളൂ എന്നാണ്. ബാക്കിയൊക്കെ ഹുക്കുമല്ലാത്ത മറ്റുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിൽ നിന്ന് ഹുക്കുമ് കണ്ടെത്താം. ഉദാഹരണം പറയുകയാണെങ്കിൽ മലായിക്കത്തിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ബൽ ഇബാദുൻ മുക്രമൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൽ ഇബാദുൻ മുക്രമൂൻ, മലക്കുകൾ അള്ളാഹുവിന്റെ മക്കളല്ല മറിച്ച് അടിമകളാണ്. അപ്പൊ ഈ ആയത്ത് വെച്ചിട്ടാണ് ഷാഫി മദ്ഹബിൽ ഒരു മസല ഉണ്ടായത്. ഇങ്ങനെ മക്കളെ അടിമകളാക്കാൻ കഴിയൂല. ഒരാള് അടിമനെ പൈസ കൊടുത്തിട്ട് വാങ്ങി, നോക്കുമ്പോൾ അത് സ്വന്തം മകനായിരുന്നു. വാങ്ങലോടുകൂടി അവൻ സ്വതന്ത്രനായി. കാരണം മാതാപിതാക്കളും മക്കളും തമ്മിൽ അടിമ ഉടമ ബന്ധം ഉണ്ടാകൂല. അതിന് തെളിവെന്താണ്? ബൽ ഇബാദും മുക്രമൂൻ എന്ന് മലായിക്കത്തിനെ പറ്റി പറഞ്ഞതാണ്. പക്ഷെ അത് യഥാർത്ഥ മലായിക്കത്തിന്റെ ഉന്നതമായ അവരുടെ സ്വഭാവവും അവരും അള്ളാഹും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ചതാണ്. പക്ഷെ അതിൽ നിന്ന് ഒരു മസ്അല ശാഫി ഇമാമിന്റെ മദ്ഹബിൽ വിശദീകരിക്കപ്പെട്ടു. എന്നാൽ നേർക്കുനേരെ അഖീമുസ്സലാത്ത വആത്തുസ്സക്കാത്ത എന്നൊക്കെ എന്നിങ്ങനെ ഹുക്കുമുകൾ ഖിതാബുകളായിട്ട് സംബോധനങ്ങളായിട്ട് വന്നത് കേവലം 500 ആയത്തുകളേ ഉള്ളൂ എന്നാണ്. പക്ഷെ ഖുർആനിൽ 6 ആയത്ത് ചെല്ലാനായിട്ടില്ലേ? അപ്പോ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ വെറും കർമ്മശാസ്ത്രം പഠിക്കലല്ല. ഖുർആനിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്, ഖുർആന്റെ ഇഅ്ജാസ് മനസ്സിലാക്കേണ്ടതുണ്ട്, ഖുർആന്റെ ബർക്കത്ത് കിട്ടേണ്ടതുണ്ട്, ഖുർആൻ കൊണ്ട് ശുദ്ധീകരണം വരുത്തേണ്ടതുണ്ട്, ഖുർആൻ ഹൃദിസ്ഥമാക്കേണ്ടതുണ്ട്. അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്രപരമല്ലാത്ത ആയിരക്കണക്കിന് വിഷയങ്ങൾ വേറല്ലേ. പിന്നെ മാത്രമല്ല ഫിൽ ജുംല ഖുർആന് മൊത്തത്തിൽ അതിലൊരു വാക്ക്, അതിന്റെ വിശദീകരണം ആ നിലക്ക് മനസ്സിലാക്കി വെക്കലും അതിൽ നിന്ന് മതവിധി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വെറും അർത്ഥം പറഞ്ഞുകൊണ്ട് മുറാദ് മനസ്സിലാക്കിയത് കൊണ്ട് മതവിധി കണ്ടെത്താൻ കഴിയൂല. ഇപ്പൊ വംസഹുബി റൂസിക്കും എന്ന് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? നിങ്ങൾ തല തടവുവിൻ എന്ന് നിങ്ങൾ അർത്ഥം വെക്കും. പക്ഷെ ഈ തല തടവുവിൻ എന്നുള്ളതിന് തലയുടെ അല്പഭാഗം തടവണം എന്നാണോ മുഴുവൻ തടവണം എന്നാണോ? എന്താണ് ആ ബാ എന്തിനാണ് അവിടെ കൊടുത്തത്? എന്താണ് ബായിന്റെ മഅന? അതിന് അറബി ഭാഷ സമഗ്രമായി പഠിക്കണ്ടേ? അപ്പൊ അതിന്റെ ഒരു പ്രാഥമികമായ അർത്ഥം നമ്മൾ ഒരു മുറാദ്, അള്ളാഹു ആ പറഞ്ഞതിന്റെ മുറാദ് ഇന്നതാണ്, അതിന്റെ ഉദ്ദേശം ഇന്നതാണ് എന്നുള്ള പ്രഥമ ജ്ഞാനം മാത്രമാണ്. അത് അറിവ് കരസ്ഥമാക്കാൻ പാടില്ല എന്നല്ല അവിടെ പറയുന്നത്. മറിച്ച് അതിൽ നിന്ന് ഗവേഷണം ചെയ്തിട്ട് വിധി പറയാൻ പാടില്ല, അത്രേ പറയുന്നത്. വിധി പറയണതും ഉദാഹരണം ഒരാൾ മാസം കണ്ടു, മാസം കണ്ട ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? വിധി പറയാൻ പാടില്ല. വിധി പറയണമെന്നുണ്ടെങ്കിൽ അയാൾ ഖാദി തന്നെ ആവണം. അപ്പൊ വിധി പറയലൊന്ന് വേറെ, ഒരു കേവല അറിവ് സമ്പാദിക്കലൊന്ന് വേറെ. അപ്പോ സാധാരണക്കാരന്റെ നിലവാരത്തിലും അതേപോലെ തന്നെ ദർസ് വിദ്യാർത്ഥികളുടെ നിലവാരത്തിലും അറബി കോളേജുകളുടെ നിലവാരത്തിലും ഒക്കെ അവരവരുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഖുർആനും ഹദീസും പഠിക്കുക എന്നുള്ളത് കേവലം കർമ്മശാസ്ത്രപരമായ വിഷയത്തിന് വേണ്ടി മാത്രമല്ല, ഇനി കർമ്മശാസ്ത്രപരമായ പ്രാഥമിക ജ്ഞാനത്തിന് എന്നാ അത് വെച്ചുകൊണ്ട് തീരുമാനം കൽപ്പിക്കാനോ അവസാന വിധി കൊണ്ട് അമല് ചെയ്യാനോ അല്ല, മറിച്ച് ഒരു പ്രാഥമികമായിട്ട് അള്ളാഹുവിന്റെ ഖുർആനെ മനസ്സിലാക്കുക എന്നുള്ള തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ പഠിക്കാം. അതിനുവേണ്ടിയാണ് ഇന്നത്തെ കാലത്തും എന്നത്തെ കാലത്തും ഖുർആൻ പഠിക്കുന്നത്. ഖുർആനും ഹദീസും നമ്മൾ പഠിക്കണം. അല്ലാതെ ചില ആൾക്കാർ പറയാറുണ്ട് നമ്മൾ ഫിഖ്ഹ് മാത്രം പഠിച്ചാൽ മതി, ഖുർആനും ഹദീസൊന്നും പഠിക്കണ്ട. അത് ശരിയല്ല. ഖുർആനും ഹദീസും പഠിക്കണം. ദർസിലൊക്കെ മിഷ്കാത്തും ബുഖാരിയും സഹീഹുൽ ബുഖാരിയൊക്കെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? ഫിഖ്ഹ് മാത്രം പഠിച്ചാൽ മതി, ഖുർആനും ഹദീസും പഠിക്കണ്ട എന്ന് പറയുന്നത് തെറ്റായ ഒരു സംസാരമാണ്. അത് ശരിയായ സംസാരമല്ല. ഖുർആനും ഹദീസും ഒക്കെ പഠിക്കണം. പക്ഷെ പഠിക്കേണ്ട സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് പഠിക്കണമെന്ന് മാത്രം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ സക്കരിയ സലാഹി മദ്ഹബ് എന്ന വിഷയത്തിൽ പറയുന്നുണ്ട്, മദ്ഹബ് അനുസരിച്ചിട്ട് ഇബാദത്ത് ചെയ്യുക അത് തെറ്റൊന്നല്ല, പക്ഷേ തഖ്ലീദ് ചെയ്യുന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഉദാഹരണം പറയാണ്. ഒരു ഹനഫി പള്ളിയിൽ കയറിയാൽ ഷാഫി മദ്ഹബിന്റെ ആളുകൾ ഹനഫി പള്ളിയിൽ കയറിയിട്ടുണ്ട്, ജമാഅത്തിന് പങ്കെടുക്കുമ്പോൾ
ഷാഫി മദ്ഹബിന്റെ ആളുകളൊക്കെ ആമീൻ എന്ന് പറയും. അപ്പൊ മറ്റുള്ളവർ നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് മോത്തുക്ക് നോക്കും. അങ്ങനെ പറഞ്ഞിട്ട് അതേ സമയത്ത് ഇദാ അമ്മനൽ ഇമാമു ഫഅമിനു കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹദീസായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവര് പറയും ഞങ്ങൾ ഹനഫികളാണ് എന്ന് പറയും എന്ന് പറഞ്ഞിട്ടൊരു കളിയാക്കൽ രൂപേണ പറയുന്നുണ്ട്. എന്താണ് ഇപ്പൊ അതിനെ കുറിച്ച് പറയാനുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് DC ആണോ? ബഹുമാനപ്പെട്ട DC ആണോ ഉസ്താദ്? ബഹുമാനപ്പെട്ട MT ദാരിമി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ചോദ്യമുണ്ട്. അത് ഈ ഉസ്താദിന്റെ ബിസ്മില്ലാഹ്. ഞാൻ മൈക്ക് ഓണാക്കാതെ ഇങ്ങനെ സംസാരിക്കുകയും ഓണാക്കാൻ മറന്നുപോയതാണ്. അപ്പോ എന്താണ് പിന്നെ ഇയാൾ പറഞ്ഞത്? എന്താണ് അയാൾ പറഞ്ഞത്? മദ്ഹബ് കൊണ്ട് അമല് ചെയ്യാം, പക്ഷെ തഖ്ലീദ് പാടില്ല. രണ്ടും ഒന്നല്ലേ? ജലദോഷം മാറാൻ വേണ്ടി 7 ദിവസം ജലദോഷം ഗുളി കുടിച്ചാൽ 7 ദിവസം കൊണ്ട് മാറും, ഗുളി കുടിച്ചില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് മാറും എന്നാണ് മരിപ്പത്. രണ്ടും ഒന്നല്ലേ? രണ്ടും ഒന്ന്. മദ്ഹബ് അനുസരിച്ച് അമല് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഈ തഖ്ലീദ് എന്ന് പറഞ്ഞാൽ. തഖ്ലീദ് എന്ന് പറഞ്ഞാൽ വേറെ മദ്ഹബ് അനുസരിച്ച് അമല് ചെയ്യൽ പറ്റൊന്നുമല്ല. പിന്നെ എന്താണ് ഈ പറഞ്ഞത്? ഷാഫി മദ്ഹബുകാരൻ ഹനഫി മദ്ഹബുകാരുടെ പള്ളിയിൽ ചെല്ലുമ്പോൾ വലദ്ദാലീൻ എന്ന് കേൾക്കുമ്പോൾ ആമീൻ എന്ന് ചൊല്ലും. നിസ്കാരം കഴിഞ്ഞാൽ ചിലപ്പോ ഒന്നിനെ ആ ചൊല്ലിയ ആൾക്കാരുടെ മുഖത്ത് ഒന്ന് തുറച്ചു നോക്കും. അതൊക്കെ സാധാരണക്കാരായ ആളുകൾ ഇത് ഷാഫി മദ്ഹബ് അനുസരിച്ച് അമല് ചെയ്തതാണ് എന്നറിയാത്ത ആളുകൾ അല്ലെ? ഷാഫി മദ്ഹബ് അനുസരിച്ച് അമല് ചെയ്യാത്ത ആളുകളാണെന്ന് ചെയ്തവരാണെന്ന് അറിയാത്ത ആളുകൾ, ഈ സാധാരണക്കാരുടെ ഒരു തുറച്ചു നോട്ടം, അതൊക്കെ ഒരു വലിയ ലോക ഇഷ്യൂ ആയിട്ട് എണ്ണേണ്ട കാര്യമാണ്. അതിപ്പോ നമുക്ക് അറിവില്ലാത്ത ആള് അത് അവരോട് പറഞ്ഞു കൊടുക്കണത് ഷാഫി മദ്ഹബ് അനുസരിച്ച് അമല് ചെയ്തതാണ്. ഓ എന്നാ കുഴപ്പമില്ല എന്ന് അവർ പറയും ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം വെള്ളിയാഴ്ച ആദ്യം ചെറുപ്പത്തിൽ ജുമാക്ക് പോകുമ്പോ ആ മിമ്പർമക്ക് ഇങ്ങനെ ഖത്തീബ് ഇങ്ങനെ കയറി നോക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ തുറച്ചു നോക്കും. അത് ജിജ്ഞാസപ്പെടുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു പ്രകൃതിദത്തമായ ഒരു സ്വഭാവമാണ്. അതിന്റെ വസ്തുത ഇന്നതാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയോ സ്വയം മനസ്സിലാക്കുകയോ ചെയ്തതോടുകൂടി ആ ജിജ്ഞാസ ഇല്ലാതെയാവുകയും ചെയ്യും. പിന്നെ ചിലപ്പോ ഒരു ഹദീസ്, ആ ഹദീസിന്റെ വാഹിറായ മഅന ഇതാ എന്താ പറഞ്ഞത്, ഇമാമു വലദ്ദാലി എന്ന് പറഞ്ഞാൽ അല്ലെ, ഇതാ അമ്മനൽ ഇമാമു ഫഅമ്മിനൂന, ഇമാമ് ആമീൻ പറഞ്ഞാൽ നിങ്ങളും ആമീൻ പറഞ്ഞോളൂ എന്നൊരു ഹദീസ് ഉണ്ടായിട്ടുണ്ടാവും. ആ ഹദീസ് കൊണ്ട് മാത്രം ഒരു ആമിയ്യ തഖ്ലീദ് ഒരു ആമിയ്യ അമല് ചെയ്യാൻ പറ്റൂല. കാരണം ഇതാ അമ്മനൽ ഇമാമു ഫഅമ്മിനൂ, ഇമാം ആമീൻ പറയുമ്പോൾ നിങ്ങൾ ആമീൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ഉറക്കെ പറഞ്ഞോളൂ എന്നാണോ അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? അതൊക്കെ വേറെ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. അതിനെതിരിൽ വല്ല ഹദീസുകൾ വേറെയുണ്ടോ? ഇനി ഇല്ലെങ്കിൽ തന്നെ ഈ ഹദീസിന്റെ പിന്നെ ഉദ്ദേശ്യം എന്താണ്? ഇതൊക്കെ വ്യത്യസ്തമായ ഉസൂലിന്റെ അടിസ്ഥാനത്തിൽ ഒരേ ഹദീസിനെ തന്നെ വിവിധ രൂപത്തിൽ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ബനൂ ഖുറൈദയിലേക്ക് സഹാബിമാരെ അയച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു അവിടെ എത്താതെ നിസ്കരിക്കരുത്, അവിടെ എത്താതെ നിസ്കരിക്കരുത്. ഒറ്റ ഹദീസാണ്, അവിടെ എത്താതെ നിസ്കരിക്കരുത്. അവിടെ എത്താതെ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? അവിടെ എത്തിയിട്ടേ നിസ്കരിക്കാവൂ, ഖളാ ആയിപ്പോയാലും എന്നാണോ? അല്ല, ഖളാ ആവുകയാണെങ്കിൽ എത്തുന്നതിന് മുമ്പ് വഴിയിൽ വെച്ചിട്ട് തന്നെ നിസ്കരിക്കണം എന്നാണോ? രണ്ട് വീക്ഷണാണ്. എന്നതുപോലെ ഇതാ അമ്മനൽ ഇമാമു ഫഅമ്മിനു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതിൽ ഒന്നിലധികം വീക്ഷണം വരികയാണ്. അല്ലാതെ എന്തല്ല, ഈ ഹദീസ് അബൂ ഹനീഫ ഇമാമിന്റെ ആൾക്കാർ കണ്ടിട്ടില്ല എന്ന് നമ്മൾ പറയാൻ പറ്റൂല. എന്തുകൊണ്ടെന്നാൽ ഓരോ മദ്ഹബും എന്ന് പറഞ്ഞാൽ ആ മദ്ഹബിന്റെ നേതാവായ ഇമാമും അദ്ദേഹത്തിന്റെ അനുയായികളും ഇവരെല്ലാവരും കൂടി ചർച്ച ചെയ്ത് പാസ്സാക്കുന്നതാണ്
ആ മദ്ഹബ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഹദീസ് ആ മദ്ഹബിൽ ചർവണം നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഹദീസ് നമ്മളെ മുന്നിൽ വരികയും ആ ഹദീസിനെ സംബന്ധിച്ച് പ്രസ്തുത മദ്ഹബിൽ ചർവണം നടത്തിക്കൊണ്ട് അതിന് ഒരു ശരിയായ ഒരു അർത്ഥം അവർ വിശദീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഹദീസിനെ മദ്ഹബിൽ അതിൽ ഉന്നയിക്കാൻ പാടില്ല എന്ന് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു ഫത്ഹുൽ ബാരിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹദീസ് വായിച്ചാൽ മദ്ഹബിന്റെ ആൾക്കാർ എന്ത് പറയുന്നത്, ആ ഹദീസ് അവിടെ ഉണ്ടെങ്കിലും ആ ഹദീസിന് ഞങ്ങളെ ഇമാമുമാർ മഹ്മിലുൻ സഹീഹുൻ ശരിയായ ഒരു അർത്ഥത്തിന്റെ മേൽ ചുമത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ആ ഹദീസിന്റെ പ്രത്യക്ഷമനുസരിച്ച് ഞങ്ങളെ മദ്ഹബിൽ അമലില്ല എന്നേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ ഞങ്ങളെ മദ്ഹബ് അങ്ങനെയാണ്, റസൂലുള്ളാഹിന്റെ ഹദീസ് ഇങ്ങനെയാണെങ്കിലും ഞങ്ങളെ മദ്ഹബിൽ അതിൽ റസൂലുള്ള ആരുമല്ല, ഞങ്ങളെ മദ്ഹബാണ് വലുത്, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിന് ഞങ്ങൾ തള്ളുന്നു എന്നൊരിക്കലും തന്നെ ആ പറയുന്ന ആളുകളുടെ മനസ്സിൽ ഇല്ല. ഇത് സക്കരിയ സലാഹി മനസ്സിലാക്കിയിട്ടില്ല. അതാണ് സക്കരിയ സലാഹിക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം. ഞാനൊരു ഉദാഹരണം പറയാം, ചെറിയൊരു ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഷാഫി മദ്ഹബ് അനുസരിച്ച് 5 വക്ത് നിസ്കാരവും അവ്വൽ വക്ത് നിസ്കരിക്കലാണ് അഫ്ദല്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുലുസുൽ ലൈൽ വരെ ഇശായിനെ പിന്തിക്കാൻ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു എന്ന് ബുഖാരിയിലെ ഹദീസ് ഉണ്ട്. എന്നാ ഈ ഹദീസ് വെച്ചിട്ട് നമ്മൾ എന്താ ഈ ഹദീസിനെ പറ്റി, ഈ ഹദീസ് റസൂലുള്ളാഹിന്റെ ഹദീസ് എന്താണ്, 10 മണിക്ക് ശേഷം ഇശാ നിസ്കരിക്കുക എന്നാണ്. ഷാഫി മദ്ഹബ് എന്താണ്, ബാങ്ക് കൊടുത്ത ഉടനെ ഇശാ നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഹദീസിന് എതിരാണെന്നാണ് ഇതിന്റെ അർത്ഥം? അല്ല. ഈ ഹദീസ് ഷാഫി മദ്ഹബ് പരിശോധിച്ചു. എന്നിട്ട് ഷാഫി മദ്ഹബ് ആ ഹദീസിന് മറുപടി പറഞ്ഞ എന്താണ്, ഇത് ഒരു ഇടക്കിടക്കുണ്ടാകുന്ന വിഷയമാണ്, അതെന്തെങ്കിലും സാന്ദർഭികമായ മസ്ലഹത്തിന് വേണ്ടി റസൂൽ പ്രവർത്തിച്ചതാണ്, നബി തങ്ങൾ സ്ഥിരമായി ചെയ്തതും നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചതും അവ്വൽ വക്താണ്. ഇങ്ങനെ നമ്മുടെ മദ്ഹബിനെതിരെന്ന് തോന്നുന്ന ഹദീസുകൾക്ക് വ്യക്തമായ മറുപടി മദ്ഹബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രേഖപ്പെടുത്താത്ത ഒരൊറ്റ ഹദീസും ഒരൊറ്റ മൗലവിക്കും കൊണ്ടുവരാൻ സാധ്യമല്ല. ഇത് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയും. ഓരോ ഹദീസും ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ അപ്പം നമ്മൾ മറുപടി പറയാൻ ചിലപ്പോൾ കിതാബ് അത് നോക്കേണ്ടിയിരുന്നു മാത്രം. ഷാഫി മദ്ഹബിന്റെ കിതാബുകൾ എടുത്ത് നോക്കേണ്ടി വരും. അല്ലാതെ ഒക്കെ ചോദിക്കുമ്പോൾ തന്നെ കിതാബ് നോക്കാതെ മറുപടി പറയണം എന്ന് വാശി പിടിക്കാൻ പാടില്ല എന്ന് മാത്രം. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഒരു ചോദ്യം. സാധാരണ ആളുകൾ പറയാറുണ്ട്, മദ്ഹബ് അല്ല ഇമാമിങ്ങളെ എന്തിനാണ് നോക്കുന്നത്, ഏറ്റവും വലിയ ഇമാമ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ, അപ്പൊ നബി തങ്ങളെ പിന്തുടർന്ന പോരെ എന്ന് ചോദിക്കുന്ന ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ 4-ാലൊരു മദ്ഹബ് പിന്തുടരണം, അതായത് 4-ാലൊരു ഇമാമിനെ പിന്തുടരണം എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? നബി തങ്ങളുടെ കാലത്ത് നബി പറഞ്ഞിട്ടുണ്ടോ പിൻകാലത്ത് ഇങ്ങനെ ഇമാമിങ്ങൾ വരും, അവരിൽ ആരെങ്കിലും പിന്തുടരണം അല്ലെങ്കിൽ അവരെ തക്ലീദ് ചെയ്യണം എന്ന് നബിയുടെ കാലത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം. അത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഒരു ഇതിൽ നിന്ന് ഞാൻ ചോദിക്കുന്നതാണ്. ഉസ്താദിന് ചോദ്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഈ നബി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഖുർആനപ്പ അതിന്റെ പുറത്താണ്. നബി തന്നെ പറയണമെന്നുണ്ട്. അള്ളാഹ് പറഞ്ഞാലും പോരെ ഇവർക്ക്. അല്ലാഹു തആല പറയുന്നു സൂറത്തുൽ അംബിയായിലും സൂറത്തുൽ നഹ്ലിലും പറയുന്നു, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിക്കണം എന്നാ. വിവരമില്ലാത്തവർ വിവരമുള്ളവരോട് ചോദിക്കണം എന്നാ. അപ്പോ അതിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുൽ ഖുർത്തുബിയിൽ പറയുന്നു, യജിബു അലൽ ആമത്തി തഖ്ലീദുൽ ഉലമാ, സാധാരണക്കാർ പണ്ഡിതന്മാരെ അവലംബിക്കൽ നിർബന്ധമാണെന്നുള്ളത് ഇജ്മാ ആണ് എന്ന് തഫ്സീറുൽ ഖുർത്തുബിയിൽ പറയുന്നു. അതുപോലെ തന്നെ തഫ്സീറുൽ റാസിയിൽ മറ്റൊരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അലിമഹുല്ലദീന യസ്തബ്ബിതൂന മിൻഹു, ഇസ്തിംബാത്ത് ചെയ്യാൻ കഴിയുന്ന പണ്ഡിതന്മാർക്കാണ് അത് അറിയുക, സാധാരണക്കാർക്ക് അറിയൂല എന്ന് ഖുർആൻ പറയാം. അപ്പൊ അറിയാത്തവരോ അറിവുള്ളവരോട് ചോദിക്കണം. അപ്പൊ നിസ്കാരത്തിന്റെ മസല അറിയാത്തവർ അറിവുള്ളവരോട് ചോദിക്കണം. ഓരോ വിഷയവും അറിവുള്ളവരോട് അറിവുള്ളവരാണ് മുജ്തഹിദീങ്ങള്. അപ്പൊ അത് ഖുർആനിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ഖുർആന്റെ വെളിച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഹദീസ് തന്നെ വേണമെന്നുണ്ടോ? എല്ലാത്തിനും റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ടെങ്കിലേ സ്വീകരിക്കുള്ളൂ, ഖുർആൻ ഞങ്ങൾ സ്വീകരിക്കൂല എന്ന വാദക്കാരായിരിക്കാം ഒരു പക്ഷേ അവര്. പിന്നെ 4-ാലൊരു മദ്ഹബ് എന്ന് പറയുന്നത് 4-ാലൊരു മദ്ഹബേ നമ്മുടെ മുമ്പിലുള്ളൂ, അല്ലാതെ നമ്മളെന്താ ചെയ്യുക? 4-ാലൊരു മദ്ഹബേ നമ്മുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ടാണ് 4-ാലൊരു മദ്ഹബ് എന്ന് പറയുന്നത്.
അഞ്ചാമതൊരു മദ്ഹബ് നമുക്ക് കിട്ടാനില്ലാത്തത് കൊണ്ടാണ്. അത് ഇബ്നു സലാഹ് അതുപോലെ ഇമാം സ്വാബി ഇബ്നു ഹജർ ഹൈത്തമി ഇവരൊക്കെ അവരുടെ കിതാബുകളിൽ ചർച്ച ചെയ്ത വിഷയമാണ്. അഞ്ചാമതൊരു മദ്ഹബ് നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഇമാം ഇബ്നു ഹജർ ഹൈത്തമി അവിടുത്തെ ഫത്താവുൽ കുബറിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുദവ്വനത്തായിട്ട് ഈ 4 മദ്ഹബേ നമ്മുടെ മുമ്പിൽ ലഭ്യമുള്ളൂ. അഞ്ചാമതൊരു മദ്ഹബ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് നമുക്ക് തഖ്ലീദ് ചെയ്യാം. പക്ഷെ നമുക്ക് കിട്ടാനില്ലല്ലോ, പൂർണ്ണമായിട്ട് കിട്ടാനില്ലല്ലോ എന്ന് ഇവർ ഈ ഇമാമികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളല്ലാതെ നമ്മൾ സമസ്തക്കാർ സ്വന്തമായിട്ട് കിതാബിൽ മദ്രസ പാഠപുസ്തകത്തിൽ എഴുതി ചേർത്തതല്ല. പൂർവികരായ ഇമാമുമാർ പറഞ്ഞതാണത്. നമുക്ക് മുമ്പിൽ കിട്ടാനില്ലല്ലോ. നാലാലൊരു മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ് എന്ന് ഖുർആൻ കൊണ്ട് സമ്മതിച്ച ഒരാൾ, നാലാലൊരു മദ്ഹബേ നമ്മുടെ മുമ്പിലുള്ളൂ എന്ന് അനുഭവിച്ച ഒരാൾ ഇനി അഞ്ചാമതൊരു മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് പിന്നെ വേറെ തെളിവ് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? അത് വളരെ ബദീഹിയായ തെളിവിലേക്ക് ആവശ്യമില്ലാത്തൊരു വിഷയമല്ലേ. എല്ലാ കാര്യത്തിലും തെളിവാണെന്ന് അറിയിക്കുന്നത്. സൂര്യൻ പകൽ ഉദിച്ചിട്ടുണ്ട്, വെയിലടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഖുർആനും ഹദീസും ഇജ്മാ ഉദ്ധരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിനൊക്കെ പറയാം. ഇപ്പോ സൂര്യൻ ഉദിച്ചാൽ സുബ്ഹിക്ക് ഖളാ ആയി, അത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഇനി സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, അത് ഏത് ഇമാമാ പറഞ്ഞത്, ഏത് ഖുർആനാ പറഞ്ഞത്, ഏത് പ്രവാചകനാ പറഞ്ഞത് എന്ന് ആരെങ്കിലും ചോദിക്കാൻ പറ്റുമോ? അത് നമ്മളെ മുമ്പിൽ അനുഭവിക്കുന്ന കാര്യമാണ്. നമ്മളെ മുമ്പിൽ വിജ്ദാനിയായ ഇൽമു കൊണ്ട് അനുഭവാത്മകമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഹദീസ് ഉദ്ധരിക്കണം എന്ന് പറഞ്ഞാൽ ഏത് പോയത്തക്കാരനല്ലാതെ ആരാത് പറയാം? ആരാണത് ചോദിക്കുക? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് ഖദീമായ ഖൗലും ജദീദായ ഖൗലും ഉണ്ട്. അതില് ജദീദായ ഖൗലുണ്ടായിട്ടും ഖദീമായ ഖൗലിനെ പിടിച്ചത് 3 വിഷയത്തിൽ നിന്നും 14 എന്നും 20 എന്നൊക്കെ ഉണ്ടല്ലോ. ഏതാണ് അതിൽ ശരിക്കുള്ളത് എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കൃത്യമായ എണ്ണം എനിക്ക് നോക്കിയിട്ട് പറയണം. എന്നാലും 20ഓളം എന്ന് ഞാൻ പറയാം. 20ഓളം വിഷയങ്ങളിൽ ഷാഫി ഇമാമിന്റെ ഖദീമായ ഖൗലനുസരിച്ചാണ് അമല് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഇമാം നവവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ തെളിയിച്ചിട്ടുണ്ട് അത് ഷാഫി ഇമാമിന്റെ ജദീദിലും ഉള്ള അഭിപ്രായം തന്നെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ഖദീമും ജദീദും എതിരായ വന്ന ആ സ്ഥലത്ത് പ്രസിദ്ധമായത് അങ്ങനെയാണ്. ജദീദ് ഒരഭിപ്രായം, ഖദീം മറ്റൊരഭിപ്രായം. പക്ഷേ സമഗ്രമായി പരിശോധിച്ചപ്പോൾ ഷാഫി ഇമാമ് ഖദീമായ ഖൗലിന് അനുസൃതമായിട്ട് ജദീദിലും അഭിപ്രായം പറഞ്ഞതായിട്ടുണ്ട്. പക്ഷെ പ്രസിദ്ധമായത് ജദീദ് ഒരഭിപ്രായമായിട്ടും ഖദീം മറ്റൊരഭിപ്രായമായിട്ടാണെങ്കിലും അതനുസരിച്ചാണ് മിൻഹാജിലൊക്കെ ഇബാറത്തിട്ടുള്ളത്. പക്ഷെ ശറഉൽ മുഹദ്ദബ് പോലെയുള്ള ബൃഹത്തായ ഗ്രന്ഥങ്ങളിൽ, വളരെ നീട്ടിപ്പരത്തി വിശാലമായി പറയുന്ന ഗ്രന്ഥങ്ങളിൽ അത് ജദീദിലും ആ മസലകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അത് സമഗ്രമായി വിശദീകരിച്ചിട്ടുണ്ട്. എവിടെയെന്നറിയും? ഇമാം ഖുർദി റളിയല്ലാഹു തആല അൻഹുവിന് ഫത്താവൽ ഖുർദി ഉണ്ട്. ആ ഫത്താവൽ ഖുർദിയുടെ അവസാനം ഈ ഖദീമും ജദീദും എതിരായി ഖദീമിനെ തർജീഹ് ചെയ്ത 20ഓളം മസലകൾ എണ്ണി പറഞ്ഞിട്ട് അതൊക്കെ ജദീദിലും ഉള്ള മസലകളാണ് എന്ന് ഇമാം ഖുർദി അവിടുത്തെ ഫത്താവയുടെ അവസാന ഭാഗത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ ഈ ഷാഫി ഇമാമിന്റെ ഉസ്താദാണല്ലോ അബൂ ഹനീഫ അല്ലെ? അബൂ ഹനീഫ ഏതോ ഒരു ഉസ്താദാണല്ലോ. അപ്പൊ ഈ ഉസ്താദിന്റെ ഷാഫിയും അതിനും തമ്മിൽ എന്താണ് അഭിപ്രായം? മാലിക് ഇമാം അല്ലെ? മാലിക് ഇമാമും ഷാഫി ഇമാമിനും തമ്മിൽ പിന്നീട് ഏത് രീതിയിലാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നത്? ഇപ്പൊ ഉസ്താദിനും ശിഷ്യനും ഒരേ അഭിപ്രായമല്ലേ വരേണ്ടത് എന്നൊരു സംശയം. അങ്ങനെയല്ല, ഉസ്താദിനും ശിഷ്യനും ഒരേ അഭിപ്രായം എന്നുള്ളതല്ല. ഉസ്താദിന്റെയും ശിഷ്യന്റെയും അടുക്കലുള്ള പ്രമാണം ഒന്നായിരിക്കും. ഇപ്പൊ ഉസ്താദ് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും ശിഷ്യനെ, അതുപോലെ സൂറത്തുൽ ബഖറ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ പഠിപ്പിച്ചു കൊടുക്കുന്നതും പഠിക്കുന്നതൊക്കെ ഒന്ന് തന്നെയാണ്.
അതേപോലെ തന്നെ മുവത്ത ഷാഫി ഇമാം മാലിക് ഇമാമിൽ നിന്ന് പഠിക്കുന്നു. അപ്പൊ പഠിപ്പിച്ചു കൊടുത്ത മുവത്തയും പഠിച്ചെടുത്ത മുവത്തയും ഒക്കെ ലഫ്ളൊന്നാണ്. പക്ഷെ അതിനെ ഗ്രഹിക്കുന്നതിൽ, അതിനെ ഫഹ്മ് ചെയ്യുന്നതിൽ, അതിനെ മനസ്സിലാക്കുന്നതിൽ ഭിന്നിപ്പ് വരുന്നു. അതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന മിൻ അൻഫുസിഹിന്ന സലാസത ഖുറൂഅ, വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന, ഇങ്ങനെയാണ് അവിടെ ആയത്തുന്നത്. വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുറൂഅ. ഇവിടെ 3 ഖർഉകൾ ഇരിക്കണം തൊലാഖ് ചെല്ലപ്പെട്ട പെണ്ണുങ്ങൾ. ഈ ഖർഉ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു. അപ്പൊ എന്നതുപോലെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒരേ ഗ്രന്ഥവും ഒരേ വാക്കുകളുമാണെങ്കിലും അവയെ ഗ്രഹിക്കുന്നിടത്ത് ഇജ്തിഹാദിന് യോഗ്യരായ പണ്ഡിത മഹത്തുക്കൾ വിഭിന്ന വീക്ഷണം പുലർത്തുകയാണ് ചെയ്യുന്നത്. അത് ഉസ്താദ് ആയതുകൊണ്ട് പാടില്ല, ഉസ്താദ് ആയതുകൊണ്ട് ശിഷ്യന് പാടില്ല എന്നൊന്നുമില്ല. ഒരേ പ്രമാണത്തെ തന്നെ വ്യത്യസ്ത രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഖുർആനിൽ തന്നെ ഒരു ആയത്ത് എന്റെ ഓർമ്മയിൽ വരികയാണ്. ഷാഫി ഇമാമും മാലിക് ഇമാമും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസല ഖുർആനിൽ തന്നെ, ഞാനത് ഏർപ്പെടുത്തി വരാം. ഖുർആനിൽ പറയാം, ഖുർആനിൽ പറയാം, സൂറത്തുൽ ബഖറയുടെ 237-ാമത്തെ ആയത്തിൽ وَإِن طَلَّقْتُمُوهُنَّ مِن قَبْلِ أَن تَمَسُّوهُنَّ وَقَدْ فَرَضْتُمْ لَهُنَّ فَرِيضَةً فَنِصْفُ مَا فَرَضْتُمْ إِلَّا أَن يَعْفُونَ أَوْ يَعْفُوَ الَّذِي بِيَدِهِ عُقْدَةُ النِّكَاحِ. ഭർത്താക്കന്മാരോട് പറയാൻ, നിങ്ങൾ ഭാര്യമാരെ തൊലാക്ക് ചൊല്ലിയാൽ, അവരുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തുന്നതിന് മുമ്പ് തൊലാക്ക് ചൊല്ലിയാൽ, നിക്കാഹിൽ നിങ്ങൾ അവർക്ക്, ആ സ്ത്രീകൾക്ക് നിശ്ചിതമായ മഹറിനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഫനിസ്ഫു മാ ഫറദ്തും, എന്നാൽ മഹറിന് മുഴുവൻ, ആ ലൈംഗിക ബന്ധത്തിന് മുമ്പ് തൊലാക്ക് ചൊല്ലിക്കുകയാണെങ്കിൽ മുഴുവൻ മഹറും കൊടുക്കണ്ട, പകുതി മഹർ കൊടുത്താൽ മതി. അപ്പൊ 10 പവൻ മഹറാണ് നിക്കാഹിന്റെ വാചകത്തിൽ പറഞ്ഞതെങ്കിൽ 5 പവൻ മഹർ കൊടുത്താൽ മതി, 5 പവൻ ഒഴിവായി കിട്ടും എന്ന് പറയും. ഇല്ല യഅഫൂന, ആ പെണ്ണുങ്ങൾ അഫൂ ചെയ്തു തന്നാലൊഴികെ, അവർ പറയാൻ എനിക്കിപ്പോ എന്റെ മഹറൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അഫൂ ചെയ്താലൊഴികെ. ഔ യഅഫു വല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹ്. എന്താണ് അതിന്റെ അർത്ഥം? അവിടെ ഒന്നിരിക്കൽ ആ പെണ്ണ് അഫു ചെയ്താലൊഴികെ, അല്ലെങ്കിൽ പെണ്ണിന്റെ പിതാവ് അഫു ചെയ്താലൊഴികെ എന്നാണ് മാലിക്കി ഇമാം അർത്ഥം വെക്കുന്നത്. ഔ യഅഫു വല്ലദീ, ഒരുത്തൻ അഫു ചെയ്താലൊഴികെ, ബിയദിഹി, അവന്റെ കരത്തിലാണല്ലോ ഉഖ്ദത്തുൻ നിക്കാഹ്, നിക്കാഹ് എന്ന ആ ഇടപാടിന്റെ അധികാരമുള്ളത്, അഥവാ പെണ്ണിന്റെ ബാപ്പ. അപ്പൊ പെണ്ണോ പെണ്ണിന്റെ ബാപ്പയോ അഫു ചെയ്ത് വിട്ടു തന്നാലൊഴികെ, ഇല്ലെങ്കിൽ പൗതി കൊടുക്കണം. എന്നാൽ ഷാഫി ഇമാം പറയുന്നത് ബാപ്പമാർക്ക് അഫു ചെയ്യാൻ അവകാശമില്ല, പെണ്ണിന്റെ മഹർ ബാപ്പാർക്ക് വിട്ടുകൊടുക്കാൻ അവളുടെ സമ്മതം കൂടാതെ അഫു ചെയ്യാൻ അവകാശമില്ല. അപ്പൊ പിന്നെ ആ ആയത്തിന്റെ അർത്ഥം എന്താണ്? വരൻ അഫു ചെയ്താലൊഴികെയാണ്. പുതിയാപ്പളനോട് അല്ല പറയുന്നത് പൗതി മഹർ കൊടുക്കണം. അപ്പൊ പുതിയാപ്പള പറയാല്ല ഫുള്ള് മഹർ ഞാൻ തരാം, എനിക്കിപ്പം നമ്മൾ പറഞ്ഞ മഹർ 10 പവനല്ലേ, ആ 10 ഞാൻ തരാം എന്ന് പറഞ്ഞാലൊഴികെ, എന്നാ 10 കൊടുത്തോളി, ഇല്ലെങ്കിൽ 5 കൊടുത്താൽ മതി. അപ്പോ പെണ്ണ് പകുതിയും വേണ്ട എന്ന് പെണ്ണ് പറഞ്ഞാലൊഴികെ, അല്ലെങ്കിൽ മുഴുവൻ തരാം എന്ന് ആണ് പറഞ്ഞാലൊഴികെ, ഇങ്ങനെയാണ് ഷാഫി ഇമാം അർത്ഥം വെക്കുന്നത്. എന്നാ മാലിക് ഇമാം അർത്ഥം വെക്കുന്നത് എന്താണ്? പകുതിയും വേണ്ട എന്ന് പെണ്ണ് അഫു ചെയ്താലൊഴികെ, അല്ലെങ്കിൽ പെണ്ണിന്റെ പിതാവ് അഫു ചെയ്താലൊഴികെ. അപ്പൊ പിതാവിനും അഫു ചെയ്യാൻ അധികാരമുണ്ട്. അപ്പൊ ഒരേ ആയത്ത് തന്നെ ഷാഫി ഇമാമും ഹനഫി മാലിക് ഇമാമും രണ്ടായിട്ട് അർത്ഥം വെക്കുക. അല്ലാതെ ഒരാൾക്ക് തെളിവ് കിട്ടി മറ്റേയാൾക്ക് തെളിവ് കിട്ടിയില്ല എന്നല്ല. ഒരാൾക്ക് തെളിവ് കിട്ടുകയും മറ്റേയാൾക്ക് തെളിവ് കിട്ടിയതുമില്ല, ഇങ്ങനെയാണ് മുജാഹിദുകൾ അർത്ഥം വെക്കുക. അല്ലെങ്കിൽ അവരങ്ങനെയാണ് മദ്ഹബിനെ എതിർക്കാൻ വേണ്ടി വിശദീകരിക്കാറുള്ളത്. അതല്ല അതിന്റെ ശരി. മറിച്ച് എല്ലാവരുടെ മുമ്പിലും തെളിവുണ്ട്. പക്ഷെ ആ തെളിവുകളെ സമീപിച്ചിടത്ത് വരുന്ന
അല്ലെങ്കിൽ ആ തെളിവിനെ വ്യാഖ്യാനിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ മാനദണ്ഡങ്ങളെ അഥവാ ആലാത്തുകൾ, അതിലാണ് അവരുടെ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഉള്ളടക്കം അടങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഏതായാലും സമയം നാട്ടിൽ കുറെ ആയിട്ടുണ്ട്. നേരം നാട്ടിൽ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റുള്ളവരൊന്നും ചോദ്യകർത്താക്കന്മാരില്ലെങ്കിൽ നമുക്കിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഏതായാലും ഇനി ആരെങ്കിലുമൊക്കെ കാര്യപ്പെട്ട ചോദ്യങ്ങളുണ്ടെങ്കിൽ വരാം. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയും ഉസ്താദിന്റെ ക്ലാസ് പിന്നെ തുടർച്ച എന്നോളം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയും ഉണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം. ഉസ്താദിന്റെ ഒഴിവിനനുസരിച്ച് ക്ലാസ് റൂമിൽ ഇതുപോലെ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും ചോദിക്കാമല്ലോ. മുജാഹിദീങ്ങളൊക്കെ ഉണ്ടായിരുന്ന താഴെ അവരൊന്നും ചോദ്യം ചോദിക്കാൻ വന്നിട്ടില്ല. ഇപ്പൊ ഏതായാലും ഉസ്താദ് വന്നു കണ്ട് ആരും ചോദിക്കാറില്ലെങ്കിൽ വന്നു കണ്ട് ദുആ ചെയ്ത് കണ്ട് നമുക്ക് ചെയ്യാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് പരിപാടി നിർത്താം. ഏകദേശം 2 മണിക്കൂറായി. ഇതുപോലെ അടുത്ത ആഴ്ച, അടുത്ത ഞായറാഴ്ച തന്നെ നമുക്ക്, അടുത്ത ഞായറാഴ്ച തന്നെ ആയിക്കോട്ടെ, തിങ്കളാഴ്ച രാവ് അടുത്ത ഞായറാഴ്ച ഈ മദ്ഹബ് വിഷയത്തിന്റെ ബാക്കി അഥവാ ചില്ലറ വിഷയങ്ങൾ, ഇപ്പൊ ഫത്തുൽ മുഈനിന്റെ ഒരു മസല എടുക്കുക. ആ മസല ഹദീസിനെതിരാണ്. ഇങ്ങനെ മുജാഹിദുകൾ പറയുന്ന കുറെ മസലകളുണ്ട്. അത് ഹദീസിനെതിരായതുകൊണ്ട് ഫത്തുൽ മുഈനെ തള്ളണം എന്ന് പറയുന്ന ഫത്തുൽ മുഈനും ഹദീസും വിഷയം. ഫത്തുൽ മുഈനും ഹദീസും ജാഫർ മണ്ണിൽ കേട്ടില്ലേ വിഷയം? ഫത്തുൽ മുഈൻ ഹദീസിനെതിരോ? അതാണ് ചോദ്യം. ഫത്തുൽ മുഈൻ ഹദീസിന് എതിരാണോ? ഈ വിഷയത്തിലായിരിക്കും അടുത്ത ദിവസം ക്ലാസ് ഉണ്ടാകുക. അങ്ങനെ മദ്ഹബുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് 5-6 ക്ലാസ്സുകൾ നമുക്ക് എടുക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ കൂടുതൽ ആളുകൾ ക്ലാസ് റൂമിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ ഇത് യൂട്യൂബിലും മറ്റും പകർത്തിക്കൊണ്ട് പ്രചരിപ്പിക്കണം. അതുപോലെ സത്യം മനസ്സിലാക്കുവാൻ വേണ്ടി താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അത് സുന്നികളിലുമുണ്ട്, മുജാഹിദ് ജമാഅത്തുകാരിലൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇതിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അടുത്ത ഞായറാഴ്ച 10:30 മണിക്ക് ഇന്ത്യൻ ടൈം 10:30 മണി മുതൽ 11:30 മണി വരെ ഫത്തുൽ മുഈൻ ഹദീസിനെതിരോ എന്ന വിഷയത്തിൽ ക്ലാസ് ഉണ്ടാകും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് 12:30 വരെ ചോദ്യോത്തരം. അപ്പൊ ഫത്തുൽ മുഈന്റെ ഇബാറത്തുകളും ഹദീസിനോട് എതിരെന്ന് ആരോപിക്കപ്പെടുന്ന ഭാഗങ്ങളും പരമാവധി നിങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദീനീ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുമാറാവട്ടെ. ഏത് സന്ദർഭത്തിലും അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും പകർത്താനും പകർത്തി കൊടുക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാട്ടിലും മറുനാട്ടിലുമുള്ള എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ.